നമസ്കാരം. ഷെക്കേന ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഈ തവണ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം ക്യാമ്പസ് രാഷ്ട്രീയമാണ്. ക്യാമ്പസ് രാഷ്ട്രീയം വേണ്ട എന്നതല്ല ഇവിടെ ചർച്ച വിഷയമാകുക, മറിച്ച് ക്യാമ്പസിൽ രാഷ്ട്രീയത്തിന് പകരം എന്ത് എന്നതാവും നമ്മുടെ ചർച്ചയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യവും. ഗസ്റ്റുകൾ എല്ലാം തന്നെ തയ്യാറാണ്. തൃശൂർ സെൻറ് തോമസ് കോളേജ് പ്രൊഫസർ ശ്രീ ഡെയ്സൺ പാണേങ്ങാടൻ, ഒപ്പം തന്നെ SFI കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ ശരത് പ്രസാദ്, ഒപ്പം KSU തൃശൂർ മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ ശോഭ സുബിൻ എന്നിവരാണ് ഇന്ന് ഗസ്റ്റുകളായി ഇവിടെ എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഏതാണ്ട് പ്രതിക്കൂട്ടിൽ നിങ്ങളാണ് ശ്രീ ശരത് പ്രസാദ്. SFI പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സമയം, ക്യാമ്പസ് രാഷ്ട്രീയം ദിശ മാറി ഒഴുകുന്നു എന്ന വിമർശനം സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്താണ് മറുപടി? കലാലയങ്ങളുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിൻ്റെ ഭാവി ഭാഗധേയത്തെ നിർണ്ണയിക്കുന്നതിനും നമ്മുടെ നാടിനെ സാമൂഹിക പുരോഗതിയിലേക്ക് നയിക്കുന്നതിനുമെല്ലാം ക്യാമ്പസ് രാഷ്ട്രീയം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ നാടിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് അവിടുത്തെ SFIക്ക് ബഹുഭൂരിപക്ഷം വരുന്ന സ്വാധീനമുള്ളൊരു ക്യാമ്പസിനകത്ത് ഉണ്ടായിട്ടുള്ളത്. ആ പോരായ്മകൾ തിരുത്താൻ SFI ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളെ സംഘടനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അവിടെ പുതിയ യൂണിറ്റ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് അവിടുത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം കൂടുതൽ മികവാർന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ SFIയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. സാമൂഹിക പ്രതിബദ്ധതയിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മുടെ നാടിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ കാലഘട്ടത്തിലാണെങ്കിലും അതിനുശേഷം അടിയന്തരാവസ്ഥയുടെ കിരാതമായിട്ടുള്ള നാളുകളിലൊക്കെ ആണെങ്കിലും നമ്മുടെ നാടിനകത്ത് കലാലയങ്ങളും ക്യാമ്പസുകളും ഉയർത്തിവിട്ട പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളുമായിരുന്നു നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ തീർച്ചയായും കലാലയ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും പരിക്കുകളോ ഉണ്ടെങ്കിൽ ആ പോരായ്മകളെയും പരിക്കുകളെയും തിരുത്തിക്കൊണ്ട് കൂടുതൽ മികവാർന്ന നിലയിൽ സർഗാത്മകമായിട്ടുള്ള ക്യാമ്പസ് രാഷ്ട്രീയം നമുക്ക് അനിവാര്യമാണ് എന്നുള്ളതാണ് SFIയെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാൻ വേണ്ടി. ശരത്തെ, പക്ഷേ മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കത്തിക്കുത്തിൽ എത്തിയപ്പോഴാണ്, അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം സംഘടിച്ച് SFIയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് എതിർത്തപ്പോഴാണ് അതിനൊരു തിരുത്തൽ വരുത്താൻ തയ്യാറായത്. അതിന് തൊട്ടു മുമ്പ് ഒരു വിദ്യാർത്ഥിനി പഠിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പഠനം ഉപേക്ഷിച്ചിറങ്ങി പോകേണ്ടി വന്നു. പല കലാലയങ്ങളിൽ പ്രിൻസിപ്പൽമാർ കണ്ണുനീരോടെ ഇറങ്ങിപ്പോകേണ്ടി വന്നു. ഒരു പ്രിൻസിപ്പൽ അവരുടെ സർവീസ് കാലാവധി അവസാനിക്കുന്ന സമയത്ത് വളരെ കണ്ണുനീരോടുകൂടി ഇറങ്ങിപ്പോകേണ്ട സാഹചര്യങ്ങളുണ്ടായി. ഇത് കേരളത്തിലെ പല ക്യാമ്പസുകളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഏതാണ്ടൊരു സ്വേച്ഛാധിപത്യപരമായ പ്രവണതയോടുകൂടി SFI ഇപ്പോൾ ഇടപെടുന്നു. സർഗാത്മകത നഷ്ടപ്പെട്ടു എന്നതിന് അതൊരു ആരോപണം മാത്രമായിട്ട് പറയാൻ കഴിയുമോ ശരത്? അല്ല, ഇപ്പോൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിവിടെ സൂചിപ്പിച്ചു, യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത് ശരിയാണ്. ആ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം ഉയർത്തിയത് ഞങ്ങൾ SFIക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല, അവിടുത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ SFI നേതൃത്വത്തിനെതിരെ, എന്നാൽ ഞങ്ങളാണ് യഥാർത്ഥ SFI എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തെരുവിലിറങ്ങിയത്. ആ തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന പുതിയൊരു യൂണിറ്റ് നേതൃത്വമാണ് തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് ഉണ്ടായിട്ടുള്ളത്. പിന്നെ നേരത്തെ ഇവിടെ ചില പ്രിൻസിപ്പൽമാരുടെയും മറ്റും കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ നോക്കണം, ക്യാമ്പസുകളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം ക്യാമ്പസുകളിൽ പല അധ്യാപകരുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ സംഘടിപ്പിക്കുന്ന ആ അധ്യാപകർക്കെതിരായിട്ട് സ്വാഭാവികമായി ജനാധിപത്യപരമായി വിദ്യാർത്ഥികൾ പ്രതികരിക്കുമ്പോൾ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം, സാമൂഹിക പ്രതിബദ്ധത തൊട്ടുതീണ്ടാത്ത ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് പല ക്യാമ്പസ് മാനേജ്മെന്റുകളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുകൂടി ശ്രീ ശരത് പറയുമ്പോൾ മഹാരാജാസ് പോലെയുള്ള ഒരു ക്യാമ്പസിലെ പ്രിൻസിപ്പളിനുണ്ടായ അനുഭവം, അതിനെ തുടർന്ന് പിന്നീട് വന്ന വർഷത്തിൽ നിങ്ങളുടെ തന്നെ ഒരു സഖാവ് അവിടെ കുത്തി മുറിവേറ്റ് വീണ് മരിച്ചുപോയ സംഭവവും ഓർക്കേണ്ടതുണ്ട്. ഇത്തരം ഒരു സർഗാത്മകതയ്ക്ക് വളം വെക്കാത്തതിനായിരുന്നു അന്ന് ആ പ്രിൻസിപ്പളിന് അടക്കമുള്ളവർക്ക് പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നത് സംഘടനയുടെ നേതൃത്വത്തിൽ നിന്ന്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, ഞങ്ങളാണ് യഥാർത്ഥ SFI എന്ന അണികൾ പറഞ്ഞുകൊണ്ട് നേതൃത്വത്തെ തിരുത്താൻ തയ്യാറാകുമ്പോൾ ആ നേതൃത്വത്തിൻ്റെ മുകളിലിരിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരം ക്രിമിനലുകൾ നിങ്ങളുടെ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരുന്നു എന്ന് തിരിച്ചറിയുന്നില്ല?
അല്ല, അങ്ങനെയുള്ള ആളുകളെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് അങ്ങനെയുള്ള ആളുകളെ അതത് ഘട്ടങ്ങളിൽ ഞങ്ങളുടെ സംഘടനാപരമായി വ്യത്യസ്തമായിട്ടുള്ള നടപടികൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അവർ തീരെ തിരുത്താൻ കഴിയാത്തവരാണ് എന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള ആളുകളെ ഒഴിവാക്കി പോകുന്നുണ്ട്. എന്നാൽ കേവലം തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനെ മാത്രം വിലയിരുത്തിക്കൊണ്ട് കേരളത്തിലെ മൊത്തം വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകർ അങ്ങനെയാണ് എന്ന് നിങ്ങൾ കാണരുത്. ഈ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഈ നാട്ടിലെ ഏറ്റവും അധികം വേട്ടയാടപ്പെട്ട പ്രസ്ഥാനം SFI ആണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. ഇപ്പൊ നിങ്ങളിവിടെ ഏറ്റവും ഒടുവിൽ മഹാരാജാസ് കോളേജിൽ അഭിമന്യുവിന്റെ ഉൾപ്പെടെ കാര്യം സൂചിപ്പിച്ചല്ലോ. അഭിമന്യു വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ 33 ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്ന സംഘടനയാണ് SFI എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മുടെ നാടിനകത്ത് നിരവധിയായിട്ടുള്ള സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരങ്ങൾ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി സംഘടിപ്പിച്ച സംഘടനയാണ് SFI എന്ന് കാണാൻ വേണ്ടി കഴിയും. വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായി, ക്യാമ്പസുകളെ ഓട്ടോണമൈസ് ചെയ്യുന്നതിന് എതിരായിട്ട്, അതുപോലെ തന്നെ ഫീസ് വർധനവിനെതിരായി, സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടെല്ലാം നമ്മുടെ നാടിനകത്ത് സജീവമായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി രംഗത്തുള്ള വിദ്യാർത്ഥി സംഘടന കൂടിയാണ് SFI എന്നുകൂടി മനസ്സിലാക്കണം. ഈ സമരങ്ങളെല്ലാം നടക്കുന്നത് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാത്രമാണ്. ഭരണപക്ഷത്തിരിക്കുമ്പോൾ അന്നത്തെ അതേ അവസ്ഥ തന്നെ തുടരുകയാണ്. സ്വയംഭരണ കോളേജുകൾ അതേപോലെ തന്നെ തുടരുന്നില്ലേ? നിങ്ങൾ സമരം നടത്തിയത് വീണ്ടും എന്തേ പുനഃപരിശോധിക്കാൻ നിങ്ങളുടെ ഗവൺമെന്റ് പോലും തയ്യാറാവുന്നില്ല? സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫീസ് വർധനവുകൾ നടപ്പാക്കുന്നില്ലേ? ഇത്തരം കാര്യങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾ കുറെ വിദ്യാർത്ഥികളെ തെരുവിലിറക്കുകയും അവരവിടെ കുറെ ബഹളങ്ങൾ ഉണ്ടാക്കുകയും അത്തരം ഒരു അവസ്ഥയെ നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യം രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിനപ്പുറം എന്ത് സർഗാത്മക സമരം നിങ്ങൾ നടത്തി? നിങ്ങൾ നോക്കൂ, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സമയത്താണ് ജിഷ്ണു പ്രണോയ് എന്ന് പറയുന്ന ഒരു കുട്ടി സ്വാശ്രയ വിദ്യാഭ്യാസത്തിന്റെ കോട്ടകൊത്തളങ്ങളിൽ കൊലപാതകത്തിന് സമാനമായ ആത്മഹത്യയിലേക്ക് തള്ളിയിടപ്പെട്ടത്. അന്ന് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണ്. ആ പാമ്പാടിയിലെ നെഹ്റു കോളേജിനകത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ച് ആ നെഹ്റു കോളേജിലെ ഇടിമുറികൾ അടിച്ചു പൊളിക്കാൻ നേതൃത്വം നൽകിയ വിദ്യാർത്ഥി സംഘടനയാണ് SFI എന്ന് നിങ്ങൾ മറക്കരുത്. ഈ അടുത്തുൾപ്പെടെ കഴിഞ്ഞ മാസം ഉൾപ്പെടെ പാമ്പാടിയിലെ നെഹ്റു കോളേജിനകത്തേക്ക് സ്വാശ്രയ വിദ്യാഭ്യാസ മാനേജ്മെന്റുകൾക്കെതിരായി അവിടെ ജിഷ്ണു പ്രണോയുടെ ആത്മഹത്യയെ തുടർന്ന് സമരമേറ്റെടുത്ത വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളെ ബോധപൂർവം പരീക്ഷയിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ആരോഗ്യ സർവകലാശാലയുടെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അതിനെതിരായി SFI സമരം നടത്തുകയാണ്. നിങ്ങൾ നോക്കുക, കേരളത്തിലെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ അക്കാദമിക് ആവശ്യത്തിന് വേണ്ടി സമീപിക്കുന്ന കോഴിക്കോട് സർവകലാശാല, ആ കോഴിക്കോട് സർവകലാശാലയ്ക്കകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സമയത്താണ് 10 സമരം കഴിഞ്ഞ ഒരു അധ്യയന വർഷത്തിൽ SFIയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്തു. ആ 10 സമരത്തിൽ 6 സമരത്തിനും ഫലം കണ്ടു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അവിടുത്തെ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന അക്കാദമിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് SFI സമരം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. അപ്പോൾ SFI ഭരണം നോക്കി സമരം ചെയ്യുന്ന സംഘടനയല്ല എന്നുള്ളതാണ്. അപ്പോഴും ഭരണം നോക്കിയല്ല ഏത് രീതിയിൽ സമരം നടത്തിയാലും ജിഷ്ണു പ്രണോയ് അടക്കമുള്ള കേസുകളിൽ അവരുടെ കുടുംബമടക്കം പിന്നീട് വീണ്ടും ചില ആരോപണങ്ങളുമായി മുമ്പോട്ട് വരികയും ചെയ്തു. കുറ്റവാളികളായ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ മാനേജ്മെന്റിനെ അടക്കം വീണ്ടും വിളിച്ചു വരുത്തി ആദരിക്കുന്ന സമീപനം, നിങ്ങളുടെ പാർട്ടി വേദികളിൽ തന്നെ അവർക്ക് ഇടം കൊടുക്കുന്ന സമീപനവും ഉണ്ടായി എന്ന് പറയുന്നു. SFI സമരം നടത്തുമ്പോൾ മറ്റു തലത്തിൽ അധികാരത്തിന്റെ സുഖകരമായ ഇരിപ്പിടങ്ങൾ ഇത്തരം നിങ്ങൾ സമരം നടത്തുന്ന ആൾക്കാരെ വിളിച്ചു വരുത്തി ആദരിക്കാനുള്ള ഇടമാക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഇപ്പോൾ അത്തരമൊരു കാര്യത്തിനെതിരെ നിങ്ങൾ സമരത്തിലേക്ക് പോകുന്നില്ല? അല്ല, SFIയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃഷ്ണദാസിനെതിരെ ഇപ്പോഴും സമരത്തിലാണ്. നെഹ്റു കോളേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ അധികാരിയായിരിക്കുന്ന കൃഷ്ണദാസിനെതിരെ ഞങ്ങൾ ഇപ്പോഴും സമരത്തിലാണ്. കഴിഞ്ഞ മാസം ഉൾപ്പെടെ ഞങ്ങൾ സമരം നടത്തി. കൃഷ്ണദാസിനെ ആദരിക്കുന്ന ഒരു പരിപാടിക്കും SFIക്ക് യോജിപ്പില്ല. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾക്കും കൃഷ്ണദാസിനോട് ഒരു യോജിപ്പുമില്ല. കൃഷ്ണദാസിനോട് മാത്രമല്ല, ഇത്തരത്തിലുള്ള മാനേജ്മെന്റ് നടത്തിപ്പുകാർ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്ന ഇത്തരത്തിൽ ഇടിമുറികൾ ക്യാമ്പസുകൾക്കകത്ത് സൃഷ്ടിക്കുന്ന മാനേജ്മെന്റുകളോട് ഒരു യോജിപ്പും കേരളത്തിലെ SFI ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾക്കില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ ശോഭ സുബിൻ, ഞാൻ നിങ്ങളിലേക്ക് വന്നാൽ ഇപ്പോൾ നിങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ KSU അടക്കമുള്ള സംഘടനകൾ വലിയ സമരം നടത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഓടിക്കയറാൻ മാത്രം എല്ലാ സുരക്ഷാ കാര്യങ്ങളെയും ഞങ്ങൾ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് സമരം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ക്യാമ്പസുകളിൽ ചോര വീഴ്ത്തിയതിൻ്റെ പിതൃത്വം നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ? നിങ്ങൾക്ക് സംഘടനാശേഷി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വേട്ടയാടപ്പെട്ടവരല്ലേ? അതിനെതിരെ KSUവിൻ്റെ അക്കാലത്തെ ഏകാധിപത്യത്തിനെതിരെ സംഘടിക്കുകയും അതൊരു തിരുത്തൽ ശക്തിയായി ക്യാമ്പസിൽ രൂപം കൊള്ളുകയും നിങ്ങൾ ഏതാണ്ട് ക്യാമ്പസുകളിലെ പുറത്തേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്തത്. കേരളത്തിലെ ഏറ്റവും വലിയ ചരിത്രം വഹിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പേര് KSU എന്നാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ചരിത്രം എന്ന് പറയുന്നതും ഇന്ന് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളും നേടിക്കൊടുത്ത ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് KSU. നമ്മളിന്ന് അനുഭവിക്കുന്ന ബസ് കൺസെഷൻ കാർഡ് ഉൾപ്പെടെ ഉള്ള
നിരവധിയായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഒരെണ്ണ സമരത്തിലൂടെ മുന്നോട്ട് വന്ന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ ഉയർന്നു വന്ന നേതാക്കന്മാരാണ് ഇന്ന് കോൺഗ്രസിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തലയും വി എം സുധീറും ഉൾപ്പെടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന നേതാക്കന്മാരും ഇന്ന് കേരളത്തിൽ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഒക്കെ ഉണ്ടായിരുന്നത് ശോഭാ സുബിൻ. അവർക്കൊക്കെ ഏതാണ്ട് 60 വയസ്സിന് മുകളിലൊക്കെ പ്രായത്തോളമായി. അതിനുശേഷം ഒരു KSUക്കാരനെ പോലും പിന്നീട് കണ്ടില്ല. പിന്നീട് എണ്ണി പറയാൻ പറ്റുന്ന ഒരു നേതൃത്വത്തിലേക്ക്. ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്. ക്യാമ്പസുകളിൽ ചോര വീഴ്ത്തിയതിന്റെ പിതൃത്വം KSUവിനല്ലേ? KSU ഇതിൽ നിന്ന്, ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന്, ഈ ധാർമ്മികതയിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയുമോ? ക്യാമ്പസുകളിൽ ചോര വീഴ്ത്തിയതിന്റെ ചരിത്രം KSUവിനല്ല. ഇത് പറയുന്ന നമുക്ക് എല്ലാവർക്കും, ഇത് വീക്ഷിക്കുന്ന പൊതുസമൂഹത്തിനും അറിയാം. ക്യാമ്പസുകളിൽ ചോര വീഴ്ത്തിയതിന്റെ ചരിത്രം എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്ത് ശരത്ത് പ്രദാനം ചെയ്യുന്ന SFIക്കാണ്. അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് അഖിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ഇടനെഞ്ചിലേക്ക് കടാര കുത്തിയറ്റിയ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഭാവം എന്ന് പറയുന്നത്. അതുമാത്രമല്ല അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് മാത്രമായിട്ട് ഈ ചർച്ചയിൽ ഒതുക്കേണ്ടതില്ല. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന കോളേജുകളും ഇവർ നേരത്തെ സംസാരിച്ചതുപോലെ ഇടിമുറികളാക്കി മാറ്റുന്ന ചരിത്രവും പാരമ്പര്യവും പേറുന്നത് SFI ആണ്. അത് തൃശ്ശൂരിലെ ശ്രീകൃഷ്ണ കോളേജ് ഉൾപ്പെടെയുള്ള കോളേജുകൾ അതിൽപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി കലാലയത്തിലേക്ക് വരുന്നത്? ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് സ്വപ്നങ്ങൾ, ജോലി കിട്ടണമെന്നും ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടണമെന്നും അല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് വളരണമെന്നും തൻ്റെ കുടുംബത്തിൻ്റെ അത്താണി ആകണമെന്നും ഒക്കെ പ്രതീക്ഷിച്ച് വരുന്ന ഒരു വിദ്യാർത്ഥിയെ നേരെ കൊണ്ടുപോകുന്നത് തങ്ങൾ പറയുന്നിടത്ത് മാത്രം പാട്ട് പാടാൻ പാടുള്ളൂ, തങ്ങൾ പറയുന്നത് എഴുതാൻ പാടുള്ളൂ, തങ്ങൾ പറയുന്നത് സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് വലിയ ഫാസിസത്തിൻ്റെ വക്താക്കൾ തന്നെയാണ് SFI എന്ന് പറയുന്നത്. ക്യാമ്പസുകളിൽ SFI രൂപീകരിക്കുന്നത് ഫാസിസം തന്നെയാണ്. ഫാസിസത്തിനെതിരെ ഒരു വശത്ത് സമരം ചെയ്യുകയും അത് വലിയ രീതിയിൽ പ്രത്യുൽപാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരുണ്ടെങ്കിൽ അതിൻ്റെ പേര് SFI എന്നാണ്. അതാണ് യൂണിവേഴ്സിറ്റി കലാലയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഉദാഹരണമല്ല, അജ്മൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുണ്ട്. സൈക്ലിംഗ് താരമാണ്. ഏറ്റവും വലിയ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് വന്ന താരമാണ്. ആ പയ്യൻ്റെ ശിരസ് അടിച്ചു പൊളിച്ചതിന് ശേഷം പിന്നീട് വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ SFIക്ക് വീണ്ടും കഴിയുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനമായിട്ട് SFI മുന്നോട്ട് പോവുകയാണ്. രണ്ടാമത്തെ കുട്ടി വന്നു. രണ്ടുപേർക്ക് ഒരുമിച്ചിരുന്ന് കലാലയത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ സംസാരിക്കാൻ പാടില്ല. സദാചാര പോലീസിനെതിരെ, മോറിങ്ങിനെതിരെ വലിയ സംസാരം നടത്തുന്ന ഇവർ തന്നെ ആ കുട്ടികളെ ക്യാമ്പസിൽ നിന്ന് ആട്ടിയകറ്റുന്ന സമീപനം ഉണ്ടായി. മൂന്നാമത്തെ വിദ്യാർത്ഥി നിഖില ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്താണ് എഴുതി വെച്ചത്? എന്നെ പഠിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല, എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്നാണ് നിഖില എന്ന് പറയുന്ന വിദ്യാർത്ഥിനി പറഞ്ഞത്. ആ വിദ്യാർത്ഥിനിക്ക് ശേഷമാണ് വീണ്ടും അഖിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ഇടനെഞ്ചിലേക്ക് കടാര കുത്തി കയറ്റിയത്. ഇങ്ങനെ രാഷ്ട്രീയം പറയുന്നവർ പറയുന്നത് KSU എങ്ങനെയാണ് ചോരയുടെ ചരിത്രം പറയുന്നത്? KSU പറഞ്ഞിട്ടുള്ള ചരിത്രം വിദ്യാർത്ഥിയുടെ സർഗാത്മകതയുടെ ചരിത്രമാണ്. ശോഭാ സുബിൻ, KSUവിന് ഇപ്പോൾ പഴയ പോലെ തല്ല് നടത്താൻ പോയിട്ട് നേരെ നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത രീതിയിൽ ക്യാമ്പസ് രാഷ്ട്രീയം മാറിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ശക്തി ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങളും ആരെയും വളരാൻ സമ്മതിച്ചിട്ടില്ല, സംസാരിക്കാൻ സമ്മതിച്ചിട്ടില്ല. നിങ്ങൾക്കപ്പുറം മറ്റൊരു സംഘടന വേണ്ട എന്ന നിലപാടുണ്ടായിരുന്നു. കോട്ടയത്തൊക്കെ ഏതാണ്ട് KSUവും KSCയും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ശക്തിയുള്ള ജനാധിപത്യ സംവിധാനത്തിലെ രണ്ട് കക്ഷികൾ തമ്മിൽ. അതേപോലെ തന്നെ ഇപ്പോൾ SFI അവർക്ക് ശക്തിയുള്ള സമയത്ത് അവർ ക്യാമ്പസുകളിൽ മേധാവിത്വം കാണിക്കുന്നു. നിങ്ങൾ എന്തിനു അസഹിഷ്ണുത കാണിക്കുന്നു? കേരള വിദ്യാർത്ഥി യൂണിയന് ശക്തിയുള്ള കാലഘട്ടത്തിലും ഇല്ലാത്ത കാലഘട്ടത്തിലും KSU ഒരിക്കലും അസഹിഷ്ണുതയുടെ പേരിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനോടും പെരുമാറിയിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല, പ്രവർത്തിച്ചിട്ടുമില്ല. അതാണല്ലോ ഇന്ന് കലാലയങ്ങളിൽ നടക്കുന്നത്. SFI മാത്രമുള്ള കലാലയം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്? തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ AISFന് സമരം നടത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇവരുടെ ഭരണകക്ഷിയിലിരിക്കുന്ന CPIയുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് എങ്ങനെയാണ് കൊടികുത്താൻ കഴിയാത്തത്? എങ്ങനെയാണ് KSU എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അവിടേക്ക് ചെല്ലുമ്പോഴും അക്രമം അഴിച്ചുവിടുന്നത്? ഒരു സൈഡ് മാത്രം പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായിട്ട് SFI മാറുകയാണ്. പ്രത്യേകിച്ചും UDF ഭരിക്കുമ്പോൾ സ്ട്രൈക്കിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, LDF ഭരിക്കുമ്പോൾ സ്ലീപ്പിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഇത് SFI എല്ലാ കാലഘട്ടത്തിലും എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ്. KSU ഒരിക്കലും ഒരാളോടും അസഹിഷ്ണുതയുടെ പാത മുൻനിർത്തി മുന്നോട്ട് പോകാത്തൊരു പ്രസ്ഥാനമാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ചത് സർഗാത്മകയുടെ ചരിത്രമാണ്. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ കലാലയങ്ങളിൽ ഞങ്ങൾ ഭരിച്ചിരുന്ന സമയത്ത് സർഗാത്മകം ഉണ്ടായിരുന്നത്. പിന്നീടാണല്ലോ ഇടിമുറികൾ രൂപാന്തരപ്പെടുന്നത്. ഇവർ നേരത്തെ സൂചിപ്പിച്ച ജിഷ്ണു പ്രണോയ് ഏത് പ്രസ്ഥാനത്തിൽ നിന്ന് വരുന്നതാണ്? CPMന്റെ കുടുംബമാണ്, SFIക്കാരനാണ്. ഇന്നും പ്രതികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഭരിക്കുന്ന ഗവൺമെൻറ്, പിണറായി വിജയൻ്റെ ഗവൺമെൻറ് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും രീതി ജിഷ്ണു പ്രണോയ്ക്ക് കിട്ടിയിട്ടുണ്ടോ? അഭിമന്യുവിൻ്റെ കാര്യത്തിൽ ശരത്ത് നേരത്തെ സൂചിപ്പിച്ചു, ഞങ്ങളുടെ 33ാമത്തെ രക്തസാക്ഷിയാണെന്ന് പറഞ്ഞു. നാൻപറ്റ മകനെന്ന് അമ്മയും അച്ഛനും പറഞ്ഞിട്ട് കോടതി മുറിക്കുള്ളിൽ ഞങ്ങൾ തൂങ്ങി മരിക്കുമെന്നാണ് പറഞ്ഞത്. ഒന്നാം പ്രതിയെ കണ്ടുകിട്ടിയിട്ടുണ്ടോ?
അർജുനെ കുത്തിയവരെ കണ്ടുകിട്ടിയിട്ടുണ്ടോ? 2 പ്രതികളെയും പിടിക്കാൻ സാധിക്കാത്ത SFI ഇരിക്കുമ്പോൾ ശ്രീ ശരത് പ്രസാദ്, ഇതൊക്കെ തന്നെയാണ് കേരളം നിങ്ങളോട് ചോദിക്കുന്ന ആരോപണം. ഒരു വിദ്യാർത്ഥി സംഘടന മറ്റൊരു വിദ്യാർത്ഥി സംഘടനയോട് ചോദിക്കുന്നതല്ല. ഇത്തരം കാര്യങ്ങളിൽ ചില കഴമ്പുകളുണ്ട് എന്ന് കേരളം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് നിങ്ങൾ മറുപടി പറയണ്ടേ? അല്ല, ഇവിടെ നേരത്തെ ജിഷ്ണു പ്രണോയുടെ വിഷയം സൂചിപ്പിക്കുകയുണ്ടായി. ജിഷ്ണു പ്രണോയുടെ വിഷയത്തിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആദ്യമേ രംഗത്ത് വന്നത് ഈ നാട്ടിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. ഒന്ന് കെ സുധാകരനാണ്, മറ്റൊന്ന് മുൻ MLA-യും മന്ത്രിയും ഒക്കെ ആയിരുന്ന KP വിശ്വനാഥനാണ്. കോൺഗ്രസിൻ്റെ KSUവിൻ്റെ ഭാരവാഹിയായിരുന്ന കൃഷ്ണദാസനെ ഈ നാട്ടിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്നത് ആദ്യം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. പിന്നെ ഇവിടെ നേരത്തെ അഭിമന്യുവിൻ്റെ വിഷയം സൂചിപ്പിച്ചു. അഭിമന്യുവിൻ്റെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ ഇനി 2 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. ഒന്ന് 12-ാം പ്രതിയാണ്, മറ്റൊന്ന് 14-ാം പ്രതിയാണ്. ഈ 2 പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ട്. ബാക്കി എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2 പ്രതികളെ കൂടി അടിയന്തരമായി പിടികൂടണമെന്നുള്ളത് തന്നെയാണ് SFIയുടെ ആവശ്യം. പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി KSU അതിൻ്റെ പ്രതാപകാലഘട്ടത്തിൽ സർഗാത്മകത ഉയർത്തിപ്പിടിച്ച സംഘടനയായിരുന്നുവെന്ന്. നിങ്ങൾ നോക്കണം, ഇപ്പോൾ ശോഭാ സുബിൻ, എൻ്റെ സുഹൃത്ത് ശോഭാ സുബിൻ ഇവിടെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കുന്ന ശോഭാ സുബിൻ തൃശ്ശൂർ പട്ടണത്തിലാണ്, ഇന്നത്തെ രാമനിലയം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ലോക കലോത്സവങ്ങളുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു വിദ്യാർത്ഥി നേതാവ് ഒരു കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്നൊരു വിദ്യാർത്ഥി നേതാവിനെ അർഹതപ്പെട്ട ഒരു ബാഡ്ജ് ചോദിച്ചതിൻ്റെ പേരിൽ കൊച്ചനിയൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി നേതാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത് ഇവരുടെ സിൻഡിക്കേറ്റ് അംഗത്തിൻ്റെ നേതൃത്വത്തിലാണ്. നിങ്ങൾ നോക്കണം, പത്തനംതിട്ടയിലെ കോളേജിനകത്ത്, കത്തോലിക് കോളേജിനകത്ത് CV ജോസ്, MS പ്രസാദ് എന്നിങ്ങനെയുള്ള 2 വിദ്യാർത്ഥി നേതാക്കന്മാരെ SFIയുടെ പ്രവർത്തകരെ കൊലപ്പെടുത്തി. കണ്ണൂർ ജില്ലയ്ക്കകത്ത് തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജിനകത്ത് അഷറഫിനെ കൊലപ്പെടുത്തിയവർ ഇന്നും കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാക്കന്മാരായിരിക്കുക. ഇതേപോലെ തന്നെ അനീഷ് രാജൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ ഇടുക്കിക്കകത്ത് കൊലപ്പെടുത്തുന്നതിന് വേണ്ടി നേതൃത്വം നൽകി. ഭുവനേശ്വർ എന്ന് പറയുന്ന പ്രവർത്തകനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി നേതൃത്വം നൽകി. എന്തിനധികം പറയുന്നു, ഇപ്പോൾ SFIയുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ അക്രമരാഷ്ട്രീയത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. ആ അക്രമരാഷ്ട്രീയമെന്ന് ഉന്നയിച്ചുകൊണ്ട് 4 നേതാക്കന്മാർ തിരുവനന്തപുരത്ത് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അഭിജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ 4 പേർ നിരാഹാരം കിടക്കുന്നുണ്ട്. ആ നിരാഹാരം കിടക്കുന്നതിൽ KSUവിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പദവിയിലിരിക്കുന്ന ഒരാൾ സ്വന്തം ജില്ലാ സെക്രട്ടറിയെ കുത്തിയ കേസിൽ പ്രതിയാണ്. രമേശ് ചെന്നിത്തല നയിച്ച ജാഥ സമാപിക്കുന്ന സമയത്ത് ഗ്രൂപ്പ് തർക്കത്തിൻ്റെ പേരിൽ, മൂപ്പിളമ തർക്കത്തിൻ്റെ പേരിൽ സ്വന്തം സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയെ കുത്തിയ കേസിൽ പ്രതി. മട്ടന്നൂർ കോളേജിനകത്ത്, കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ കോളേജിനകത്ത് പുതിയ വീട്ടിൽ ബഷീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രമുണ്ട്. ആ പുതിയ വീട്ടിൽ ബഷീർ ആരായിരുന്നു? അവിടുത്തെ മാഗസിൻ എഡിറ്റർ ആയിരുന്നു. സ്വന്തം പാർട്ടിക്കാരാണ് കൊലപ്പെടുത്തിയത്. ശ്രീ ശരത് പ്രസാദ്, ഞാൻ അതിലേക്ക് വരാം. ശ്രീ ഡെയ്സൺ പാണങ്ങാടൻ, താങ്കൾ ഒരു വിദ്യാർത്ഥിയായിരുന്നു, പിന്നീട് ഇപ്പോൾ ഒരു അധ്യാപകനാണ്. ഏതാണ്ട് ജീവിതത്തിൻ്റെ ഒരു നല്ല പങ്ക് കലാലയത്തിനുള്ളിൽ ജീവിച്ചു തീർക്കുന്ന ആൾ. എങ്ങനെ നോക്കിക്കാണുന്നു ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത് കലാലയങ്ങൾക്ക്? അതൊരു രാഷ്ട്രീയം പൂർണ്ണമായി അകന്നു മാറുകയാണോ, അതോ മറ്റെന്തെങ്കിലുമൊക്കെ വിദ്യാർത്ഥികൾക്ക് ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയാണോ? എനിക്ക് തോന്നുന്നു ക്യാമ്പസ് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി നാം ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇവിടുത്തെ അക്രമ രാഷ്ട്രീയമാണ്. നമുക്കറിയാം, എയ്ഡഡ് കോളേജുകളിലും ഗവൺമെൻറ് കോളേജുകളിലും പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ ബഹുഭൂരിപക്ഷവും സാമൂഹ്യപരമായും സാമ്പത്തികപരമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളാണ്. ഒരുപക്ഷെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലോ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിലോ സമൂഹത്തിലെ മധ്യവർഗത്തിൻ്റെ വരേണ്യവർഗത്തിൻ്റെ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിലും ഭൂരിഭാഗം എയ്ഡഡ് കോളേജുകളിലെയും ഭൂരിഭാഗം വരുന്ന ഗവൺമെൻറ് കോളേജുകളിലെയും വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഈ സമൂഹത്തിൻ്റെ താഴെക്കടയിലുള്ള, അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെക്കടയിലുള്ള മാതാപിതാക്കളുടെ മക്കളാണ്, ദരിദ്ര കുടുംബങ്ങളുടെ മക്കളാണ്, അല്ലെങ്കിൽ സാധാരണ കുടുംബങ്ങളുടെ മക്കളാണ്. ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥികളുടെ കോളേജിലേക്കുള്ള അല്ലെങ്കിൽ കലാലയങ്ങളിലേക്കുള്ള വരവ് എന്ന് പറയുന്നത് ഒരു സംശയവുമില്ല പഠന ആവശ്യത്തിന് വേണ്ടിയും, നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ അവരുടെ ഭാവി സുരക്ഷിതമാകുന്നതിന് വേണ്ടി, അവരുടെ കുടുംബം സുരക്ഷിതമാകുന്നതിന് വേണ്ടി, അതിലൂടെ സമൂഹത്തിൽ ഒരു സുരക്ഷ ഉണ്ടാകുന്നതിന് വേണ്ടി തന്നെയാണ് അവരുടെയൊക്കെ പ്രാഥമിക ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ കടന്നു വരുന്ന പ്രവണത, ഞാൻ ഒരു കോളേജിനെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആ ഒരു ആശയപരമായ സംഘടനത്തെക്കാൾ ഉപരി അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു സാധ്യത നിലനിൽക്കുകയും ആ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഭീതിയിൽ ഒരു വലിയ വിദ്യാർത്ഥി തലമുറ തന്നെ വഴിമാറി ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സാധ്യത കടന്നു വരുന്നു. ഒരുപക്ഷെ ക്യാമ്പസ് രാഷ്ട്രീയം അതിൻ്റെ സർഗാത്മകതയും അതിൻ്റെ സംഘാത്മകതയും ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട സാധ്യതയിൽ നിന്ന് കേവലം ആശയ സമ്പുഷ്ടതയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകളിൽ നിന്ന് വഴിമാറിക്കൊണ്ട് അക്രമ രാഷ്ട്രീയത്തിൻ്റെ ചർച്ചകളും അല്ലെങ്കിൽ അക്രമത്തിൻ്റെ ചർച്ചകളും ഫാസിസ്റ്റിൻ്റെ ചർച്ചകളും മാത്രം നടത്തപ്പെടുന്ന വേദിയായി പല കലാലയങ്ങളും മാറുന്നു എന്നുള്ളത് ഈ പതിറ്റാണ്ടിൻ്റെ ഏറ്റവും സവിശേഷപരമായിട്ടുള്ള സ്വഭാവമാണ്.
നമുക്കറിയാം ജിഷ്ണു പ്രണോയുടെ മരണം ഒരുപക്ഷെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ചയാണെങ്കിൽ മറ്റനവധി മരണങ്ങൾ, ഇപ്പോൾ അഭിമന്യുവിൻ്റെ മരണം, ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന മരണം, ഇതൊക്കെയായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇതിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുള്ള അക്രമ രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകൾ വരുന്നു. ഒരു ചെറിയ ഭാഗമെങ്കിലും മറ്റ് ഏജൻസികളുടെ ഭാഗത്തുനിന്നുള്ള അക്രമ രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകൾ വരുന്നു. ഇവിടെയൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത് വിദ്യാർത്ഥികളുടെ യുവത്വം അത് പഠനാത്മകമാണ്, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയുള്ള അല്ലെങ്കിൽ സാമൂഹിക ചിന്തയോട് കൂടിയിട്ടുള്ള ഒരു സർഗാത്മകത കെട്ടിപ്പടുക്കലാണ്. ആ സർഗാത്മകതയ്ക്കപ്പുറത്ത് അല്ലെങ്കിൽ ആ പഠനാന്തരീക്ഷത്തിനപ്പുറത്ത് അക്രമത്തിൻ്റെ സ്വാധീനം വർദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഗുണങ്ങളെക്കാൾ ഉപരി അതിൻ്റെ ദോഷങ്ങൾ അനുഭവിക്കുമ്പോൾ, സ്വാഭാവികമായിട്ടും ഒരു പുതിയ തലമുറ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ നേതൃത്വത്തിലുള്ള ഒരു സമൂഹം ഒരുപക്ഷെ രാഷ്ട്രീയത്തിൻ്റെക്കാൾ അപ്പുറത്ത് ഒരു സംഘടനാ സംവിധാനം വേണ്ടതില്ല എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ശ്രീ ഡെയ്സൺ പാണങ്കാടൻ, അപ്പോൾ പണ്ടൊക്കെ ഏത് വലിയ ഒരു അക്രമ സംഭവം ക്യാമ്പസിൽ രൂപം കൊണ്ടാലും അതിൻ്റെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു അധ്യാപകനെങ്കിലും ആ ക്യാമ്പസിൽ ഉണ്ടാകുമായിരുന്നു. ഇന്നിപ്പോൾ ആ രീതിയിലുള്ള ഒരു സമീപനം അല്ലെങ്കിൽ അത്തരം ഒരു വ്യക്തിബന്ധം പുലർത്താൻ പല അധ്യാപകർക്കും കഴിയുന്നില്ല. അടുത്ത് തന്നെ ഒരു അധ്യാപികയുമായി തന്നെ സംസാരിച്ചപ്പോൾ അവരുടെ ക്യാമ്പസുകളിലേക്ക് കഞ്ചാവ് അടക്കമുള്ള കാര്യങ്ങളുമായി അല്ലെങ്കിൽ മയക്കുമരുന്നടക്കമുള്ള കാര്യങ്ങളുമായി വരുന്ന വിദ്യാർത്ഥിനികളെ പേരുകൾ തനിക്കറിയാമെന്ന് പറയുന്നു. പക്ഷെ അവരെ ചോദ്യം ചെയ്യാനുള്ള ഒരു ശേഷി അല്ലെങ്കിൽ അതിനുള്ള ഒരു ധൈര്യം തനിക്കില്ല. ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല എന്നാണ് അവർ പറയുന്നത്. ഈ രീതിയിലായി പോയോ അധ്യാപകർ? എന്തൊക്കെയോ പഠിപ്പിക്കാൻ, പാഠപുസ്തകം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരു കൂട്ടമായി മാത്രം അധ്യാപകർ മാറിയോ? ഒരുപക്ഷെ മാറി വരുന്ന സാമൂഹിക അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ മാറി വരുന്ന ഇപ്പോഴത്തെ അവസ്ഥാന്തരത്തിൽ ഒരു ചെറിയ ന്യൂനപക്ഷം അങ്ങനെ മാറിയിട്ടുണ്ടാകാമെന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം വരെ അധ്യാപകരും ധാർമ്മികതയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ നൈതികതയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ മുന്നിലുള്ള പ്രതിബന്ധങ്ങൾ എന്ത് തന്നെ വലുതായാലും അവരുടെ നൈയാമികമായിട്ടുള്ള ശൈലികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, ധാർമ്മികമായ ശൈലികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, നൈതികമായിട്ടുള്ള ശൈലികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പൊതുവെ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും ഒരു പരിധിവരെ സാമൂഹിക പ്രതിബദ്ധത ഉറപ്പുവരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും എന്നും അധ്യാപക സമൂഹം, അത് ഏത് വിഭാഗത്തിൽപ്പെട്ട പ്രൈമറി സ്കൂൾ ആയിക്കൊള്ളട്ടെ, ഹൈസ്കൂൾ ആയിക്കൊള്ളട്ടെ, കോളേജ് ആയിക്കൊള്ളട്ടെ, ഏത് വിഭാഗത്തിലുള്ള അധ്യാപക സമൂഹമാണെങ്കിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ അവർ നേരിടുന്ന ചെറിയൊരു പ്രതിബന്ധമുണ്ട്. നമുക്കറിയാം, ഒരു വിദ്യാർത്ഥി നമ്മുടെ മുന്നിൽ വരിക ഒരു അമ്മയുടെ ഒരു അച്ഛൻ്റെ മകനായിട്ടാണ് അല്ലെങ്കിൽ മകളായിട്ടാണ്. പലപ്പോഴും അവരെ നിയന്ത്രിക്കുന്ന പുറമേയുള്ള ഏജൻസികൾ അത് നമ്മൾ ഈ പറയുന്ന മാതാപിതാക്കൾക്കപ്പുറത്ത് വലിയ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അധ്യാപകർക്ക് ഭയപ്പാടോടുകൂടി ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ കുറച്ച് വേദനയോടെ അല്ലെങ്കിൽ കുറച്ച് ത്യാഗത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു അവസ്ഥാന്തരം ഇവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട്. കോപ്പിയടിച്ച വിദ്യാർത്ഥിയെ കോപ്പിയടിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കോപ്പിയടി പിടിച്ചതിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ടും പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയ ന്യൂനപക്ഷം അധ്യാപകരിലെങ്കിലും ഒരു ഭയത്തിൻ്റെ അംശം കടന്നിട്ടുണ്ടാകാമെന്നതിൽ സംശയമൊന്നുമില്ല. ശ്രീ ഡെയ്സൺ പാണങ്കാടൻ, പണ്ട് ക്യാമ്പസുകൾ സർഗാത്മകമായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് ക്യാമ്പസുകളിൽ നടന്നിരുന്ന കലോത്സവങ്ങൾ അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ സംസാരിക്കാനുള്ള മരച്ചുവടുകൾ, ക്യാൻറ്റീനുകൾ, ലൈബ്രറികൾ, അങ്ങനെ പല ഇടങ്ങൾ പൊതു ഇടങ്ങളായി വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മാനേജ്മെന്റ് അവിടെയെല്ലാം ക്യാമറകൾ വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെയെല്ലാം നിരീക്ഷണത്തിലാണ്. എന്ത് നിരീക്ഷണം? ഇങ്ങനെ ചുറ്റുപാടുകളെ നിരീക്ഷിച്ചുകൊണ്ട് സർഗാത്മകമായി ഇടപെടാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായി സംസാരിക്കാനോ പോലും കഴിയാത്ത രീതിയിൽ വിദ്യാർത്ഥി സമൂഹത്തെ മാറ്റിയെടുക്കുമ്പോൾ അവർ ഇടിമുറികൾ രൂപീകരിക്കുകയും ആ ഒറ്റ സംവിധാനം മുഴുവൻ വിദ്യാർത്ഥികളും തങ്ങളുടെ യൂണിയനിൽ മാത്രം വേണമെന്ന നിർബന്ധ ബുദ്ധിയിലേക്ക് പോവുകയും അതിലൂടെ അധ്യാപകരെ അടക്കം നിയന്ത്രിക്കാൻ കഴിയുകയും ചെയ്യുമെന്ന ധാരണ വെച്ച് പുലർത്തുകയും ചെയ്യുന്നില്ലേ? ഇത്തരം ഇടങ്ങളെ പൊതു ഇടങ്ങളായി മാറ്റാതെ അതെല്ലാം നിരീക്ഷണത്തിനുള്ള ഇടങ്ങളാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ മാനേജ്മെന്റും അധ്യാപകരും മാറിയിരിക്കുന്നതല്ലേ ഇതിന്റെ ഒരളവിൽ വരുന്ന ഒരു പ്രശ്നം? എങ്ങനെയാണ് സമൂഹത്തിൽ പൊതു ഇടങ്ങൾ ഉണ്ടാവുക? സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട ഒരു സമൂഹത്തിലാണ്, അല്ലെങ്കിൽ സുരക്ഷിതത്തിൽ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് പൊതുയിടങ്ങളിലെ നന്മ നമുക്ക് കാക്ഷിക്കാനാവുക. നമുക്കറിയാം, ഈ ക്യാമറ എന്ന് പറയുന്ന സംവിധാനം അതൊരു പക്ഷേ ഒരു മാനേജ്മെൻറ്റിൻ്റെ മാത്രം അല്ലെങ്കിൽ ഒരു കോളേജിലെ ഒരു മാനേജ്മെൻറ്റിൻ്റെ മാത്രം ഒരു സവിശേഷ സ്വഭാവമായിട്ട് ഞാൻ കണക്കാക്കാൻ ആഗ്രഹിക്കുന്നില്ല. UGCയുടെ നിയന്ത്രണപ്രകാരം, യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശപ്രകാരം പരീക്ഷകൾ നടക്കുന്ന മുഴുവൻ റൂമുകളിലും ക്യാമറകൾ വേണമെന്ന് നിർദ്ദിഷ്ട ഉത്തരവ് ഇതിനകം ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ക്യാമ്പസിന് പുറത്ത് സ്വതന്ത്ര വിഹാര ഇടങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ, കലാലയത്തിൻ്റെ ക്യാമ്പസുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ക്യാമറകൾ രൂപപ്പെട്ടിട്ടുണ്ടാവാം.
അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി ഞാൻ മനസ്സിലാക്കുക, ഒരു പരിധിവരെ ഒരു കാലഘട്ടത്തിൽ സുരക്ഷിതത്വം നിലനിന്നിരുന്ന ക്യാമ്പസുകളിൽ, അല്ലെങ്കിൽ വളരെ നൈസർഗികമായിട്ടുള്ള സുരക്ഷിതത്വം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ, പക്വതയാർന്ന സമീപനം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ, അതിനപ്പുറത്ത് അപക്വമായിട്ടുള്ള ശൈലികൾ സമൂഹത്തിൽ വന്നത് തന്നെയാവണം, അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗത്തെങ്കിലും വന്നത് തന്നെയാവണം ഇത്തരത്തിലുള്ള ക്യാമറ കണ്ണുകളിലൂടെ ആ നിരീക്ഷണം ഒരു സുരക്ഷിതത്വത്തിൻ്റെ മാനദണ്ഡത്തിൽ, അല്ലെങ്കിൽ ആ സുരക്ഷാ മാർഗത്തിൻ്റെ മാനദണ്ഡത്തിൽ വന്നിട്ടുണ്ടാവുക. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്താണ്. ഇവിടെ ഒരു വിദ്യാർത്ഥിയായിരിക്കുകയും അധ്യാപകനായിരിക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹത്തിൻ്റെ പഠന പ്രക്രിയ ഏറ്റവും സജീവമാവുകയുള്ളൂ. വിദ്യാർത്ഥിക്കപ്പുറത്ത്, ഒരുപക്ഷെ വിദ്യാർത്ഥി എന്ന് പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞ ഒരു വോട്ടറായിരിക്കാം, ഒരുപക്ഷെ രാഷ്ട്രീയ ചിന്താഗതിയുള്ള ഒരാളായിരിക്കാം, ഒരുപക്ഷെ സംഘാത്മക ചിന്താഗതിയുള്ള ആളായിരിക്കാം, ഒരുപക്ഷെ വ്യത്യസ്ത ശൈലികളിൽ ചിന്തിക്കുന്ന ആളായിരിക്കാം. വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അധ്യാപകൻ്റെ രാഷ്ട്രീയത്തിനപ്പുറത്ത്, അധ്യാപകൻ്റെ മറ്റേതൊരു ചിന്താശൈലിക്കും അപ്പുറത്ത് യഥാർത്ഥ അധ്യാപകനായിരിക്കുമ്പോഴാണ് ഒരു കലാലയത്തിൻ്റെ പഠനാന്തരീക്ഷം അത് സർഗാത്മകതയുള്ളതാവുക, അത് ചിന്തോദീപകമാവുക. നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകാം. നമ്മുടെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് അവകാശങ്ങൾക്കൊപ്പം തന്നെ ചില കടമകളുമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ കടമകളെക്കുറിച്ച് സംസാരിക്കും. ഷെക്കീന ടെലിവിഷൻ, ജനമനസ്സുകളിലേക്ക്. നന്മയുടെ നേർക്കാഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീതിയുടെ നിർവചനങ്ങളുമായി ഏപ്രിൽ 28 ഞായറാഴ്ച ഷെക്കൈന ടെലിവിഷൻ പരീക്ഷണ സംപ്രേക്ഷണം ആരംഭിച്ചു. കൂടുതൽ വാർത്തകളും വിജ്ഞാനവും വിനോദവും സമന്വയിപ്പിച്ച് മുഴുവൻ സമയ പ്രോഗ്രാമുകളുമായി ഓഗസ്റ്റ് 15 മുതൽ ഷെക്കൈന ടെലിവിഷൻ ജനമനസ്സുകളിലേക്ക്. ഷെക്കൈന ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ക്യാമ്പസിലെ വിദ്യാർത്ഥി സംഘടനകളുടെയും വിദ്യാർത്ഥികളുടെയും കടമകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ ശരത് പ്രസാദ്, ക്യാമ്പസിലെ ഇപ്പോഴുള്ള എല്ലാ സാഹചര്യങ്ങളും പരിഗണിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെല്ലാം കൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു അക്രമ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിലും അല്ലെങ്കിലും ഒരു ക്രിമിനലുകളെ പോലെ വിദ്യാർത്ഥി യൂണിയൻ നേതാക്കന്മാരെ കാണുന്ന ഒരു സാഹചര്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഇല്ല എന്ന് നമുക്ക് കണ്ണടച്ച് നിഷേധിക്കാനും പറ്റില്ല. അത് എല്ലാ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകളെയും മുൻനിർത്തി തന്നെ അങ്ങനെ വിശേഷിപ്പിക്കേണ്ട സാഹചര്യവും ഉണ്ടാവുന്നുണ്ട്. ഇത് മതിയോ? ഇത് മാറേണ്ടേ? സർഗാത്മകതയിലേക്ക് മടങ്ങണമെങ്കിൽ ഏത് രീതിയിൽ മടങ്ങണം? ഏത് രീതിയിൽ മടങ്ങാനുള്ള ഒരു നേതൃത്വം SFI ക്യാമ്പസുകളിൽ ഇനി സ്വീകരിക്കും? അല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ അക്രമം എന്നതിനപ്പുറത്തേക്ക് ആശയപരമായിട്ടുള്ള സംവാദങ്ങളും പോരാട്ടങ്ങളുമൊക്കെയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ വേദികളിൽ കൂടുതലായി ഉണ്ടാവേണ്ടത്. ഇപ്പോൾ നിലവിൽ കേരളത്തിലെ ക്യാമ്പസുകളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയവൽക്കരണം അല്ലാതെ പിടിവിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം കേരളത്തിൻ്റെ ക്യാമ്പസുകൾക്കുണ്ട്. നേരത്തെ അവതാരകൻ സൂചിപ്പിച്ചതുപോലെ ലഹരി വസ്തുക്കളുടെ, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും ഒക്കെ ഉപയോഗം കേരളത്തിൻ്റെ ക്യാമ്പസുകൾക്കകത്ത് പിടിമുറുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാടിനകത്തുണ്ട്. എവിടെയെല്ലാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം പുറകോട്ട് പോകുന്നോ, യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള സർഗാത്മകമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം ഇല്ലാതാവുന്നോ, അവിടെ പകരം പിടിമുറുക്കുന്നത് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെയും അരാജകത്വ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായി ക്യാമ്പസുകൾ മാറുകയാണ് എന്ന് വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയം പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവസാനിപ്പിച്ചിട്ടുള്ള ക്യാമ്പസുകളുടെ പ്രവർത്തനമെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ എല്ലാ സർവകലാശാലകളും ഇന്ന് നേതൃത്വം നൽകുന്നത് SFIയുടെ നേതൃത്വത്തിലുള്ള യൂണിയനുകളാണ്. പുതിയ കാലഘട്ടം ആവശ്യപ്പെടുന്ന മുദ്രാവാക്യങ്ങളും വിഷയങ്ങളും അഡ്രസ്സ് ചെയ്തുകൊണ്ട് ക്യാമ്പസുകൾ മുന്നോട്ട് പോകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ്. ഇപ്പം ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിനകത്ത് ഇപ്പോൾ ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മൂന്നാം ലിംഗക്കാർ എന്ന് പറഞ്ഞ് അവരെ പരിഹസിച്ച് മാറ്റി നിർത്തുന്ന സാഹചര്യം നമ്മുടെ നാടിനകത്തുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ സംഘടനയാണ് നമ്മുടെ രാജ്യത്ത് ആദ്യമായി 2016 ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വിദ്യാർത്ഥി സംഘടനയിൽ അംഗത്വം നൽകുന്നത് ഞങ്ങളുടെ സംഘടനയാണ്. ആ അംഗത്വം നൽകിയതിന് ശേഷം
എല്ലാ വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ നമ്മുടെ സമൂഹത്തിലെ മറ്റ് സംഘടനകളൊക്കെ ആണെങ്കിലും ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളോടുള്ള അവരുടെ മനോഭാവം മാറുകയും അവരുടെ സാമൂഹികമായിട്ടുള്ള മുന്നേറ്റത്തിന് അവരുടെ മാർജിനലൈസേഷൻ ഒഴിവാക്കുന്നതിനൊക്കെ ചെറിയൊരു ശതമാനം വരെ വിദ്യാർത്ഥി സംഘടന ഇനീഷ്യേറ്റ് എടുത്തിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടി കഴിയും. മാത്രമല്ല ഇപ്പോൾ ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയെ അഭിമുഖീകരിച്ചിരുന്ന സമയമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ഉൾപ്പെടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യത്നത്തിൻ്റെ ഭാഗമായി നിരവധിയായിട്ടുള്ള പരിപാടികൾ ഏറ്റെടുത്ത് മുന്നോട്ട് വരികയാണ്. അപ്പോൾ SFIയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവശതകൾ അനുഭവിക്കുന്ന പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കേരളത്തിൽ SFIയുടെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള കടമകൾ പുതിയ കാലഘട്ടത്തിനകത്ത് ഏറ്റെടുക്കേണ്ടുന്ന അഡ്രസ്സ് ചെയ്യേണ്ടുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ വിദ്യാർത്ഥി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ശരത് പ്രസാദ്, പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾ എന്ത് നടപടികൾ എടുക്കുന്നു എന്നുള്ളതല്ല, ക്യാമ്പസിനുള്ളിൽ നിങ്ങൾക്ക് ശക്തിയുള്ള ക്യാമ്പസുകൾക്കുള്ളിൽ അതുപോലെ തന്നെ ക്യാമ്പസ് രാഷ്ട്രീയം അനുവദിക്കപ്പെട്ടിട്ടുള്ള ഇടങ്ങളിൽ അവിടെ മറ്റാരെയും വളരാൻ അനുവദിക്കില്ല, അവിടെ ഏകാധിപത്യമായി ഞങ്ങൾ തുടരും എന്ന സമീപനം നിങ്ങൾ എടുക്കുന്നുണ്ട്. ആ സമീപനം തിരുത്താൻ തയ്യാറാകുമോ? അതോടൊപ്പം പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾ നടപടികൾ എടുക്കുന്നു എന്ന് പറയുന്നു. SFIയിലൂടെ വളർന്നു വന്ന എത്ര നേതാക്കന്മാർ അവരുടെ മക്കളെ ഇത്തരം പൊതുവിദ്യാലയങ്ങളിൽ വിടുന്നുണ്ട് എന്ന കണക്കുകൂടി താങ്കളുടെ സംഘടന പഠിക്കേണ്ടതുണ്ട്. പലരും അത്തരം കാര്യങ്ങൾ വാർത്തകളായി പുറത്തേക്ക് വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ക്യാമ്പസുകളിൽ ഇപ്പോൾ നിങ്ങൾക്ക് ശക്തിയുള്ള ക്യാമ്പസുകളിൽ അക്രമ രാഷ്ട്രീയം ഉണ്ടായിട്ടുള്ള ക്യാമ്പസുകളിൽ അതല്ല, ശരിയായ പാത ഏതാണ് എന്ന് വിദ്യാർത്ഥികൾക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ഉടച്ചുവാർക്കലിന് തയ്യാറെടുക്കുന്നുണ്ടോ സംഘടന? അല്ല, നിങ്ങൾ ഏതെങ്കിലും കുറച്ച് സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മൊത്തം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളും മറ്റേ അക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതാണ് എന്ന് വിലയിരുത്തരുത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണെങ്കിലും ഞങ്ങൾ കേരളത്തിൽ എവിടെയും പ്രത്യേകിച്ച് ഒരു കോട്ടയോ അല്ലെങ്കിൽ SFIയുടെ കേന്ദ്രമോ അങ്ങനെയൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇനി കേരളത്തിൽ എവിടെയെങ്കിലും SFI മാത്രമായി ഒരു കേന്ദ്രമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ മറ്റു സംഘടനകൾക്ക് കൂടി പ്രവർത്തിക്കാനുള്ള അനുമതി വേണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇപ്പോൾ ശ്രീ ശരത് പ്രസാദ്, കഴിഞ്ഞ ദിവസമാണ് നിങ്ങളുടെ മുന്നണിയിലെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനാ നേതാവ് വളരെ വ്യക്തമായ രീതിയിൽ പറഞ്ഞത്, ഞാനും അക്രമത്തിനിരയാണ്, അസഹിഷ്ണുതയ്ക്കിരയാണ്, എന്നെ വളഞ്ഞിട്ട് തല്ലിയത് എൻ്റെ മുന്നണിയിലെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവരാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാമ്പസിൽ SFI അല്ലാതെ മറ്റാരെയും വളരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് ഒരു AISFകാരനാണ്. ആ വേദന നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളുടെ മുന്നണിയിലുള്ള ആളുകൾക്ക് നേരെ പോലും നിങ്ങൾ നടത്തുന്നത് അക്രമമല്ലേ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംസ്ഥാന അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി മുന്നണി എന്നുള്ള തരത്തിലൊന്നുമില്ല. എന്നാൽ AISFനോട് ഞങ്ങളൊരു സഹോദര സംഘടന എന്ന നിലയിൽ ഞങ്ങൾ AISFനെ കാണുന്നുമുണ്ട്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് AISF കഴിഞ്ഞ ആഴ്ച യൂണിറ്റ് രൂപീകരിച്ചു. അവിടെ യൂണിറ്റ് രൂപീകരിച്ച് പ്രവർത്തിക്കാൻ അവർ ആരംഭിച്ചു. കേരളത്തിൽ ഏത് ക്യാമ്പസിലാണെങ്കിലും ഏത് വിദ്യാർത്ഥി സംഘടനയ്ക്ക്, അതിപ്പോൾ KSUവിനോ അല്ലെങ്കിൽ ഏത് വിദ്യാർത്ഥി സംഘടനയ്ക്കും യൂണിറ്റ് രൂപീകരിക്കുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ ഒന്നും ഞങ്ങളെതിരല്ല. പക്ഷേ ഇവർ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന് പുറകെ അണിനിരത്താൻ 10 പേരില്ല. അതാണ് യഥാർത്ഥ പ്രശ്നം. ഇവർ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന് പുറകിൽ അണിനിരക്കാൻ ആരെങ്കിലും വേണ്ടേ? അവരുടെ സംഘടന ഞങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? ശ്രീ ശരത് പ്രസാദ്, അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ക്യാമ്പസിൽ അവർ കൊടിനാട്ടുകയും അവർ വിദ്യാർത്ഥി യൂണിയൻ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ 10-ൽ കൂടുതൽ ആളുകൾ അവരുടെ പിന്നിൽ അണിനിരുന്നെങ്കിൽ നിങ്ങൾ ഉയർത്തിപ്പിടിച്ച പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രം ഏതാണ്ട് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നല്ലേ അവർ പരസ്യമായി പ്രഖ്യാപിച്ചത്? അല്ല, തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇന്നലെയാണ് തിരുവനന്തപുരം ജില്ലയിൽ സെക്രട്ടേറിയറ്റിലേക്ക് SFI ഇന്ന് വിദ്യാർത്ഥികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന 51 പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് അത് പരിഹരിക്കണമെന്ന് കേരള സർക്കാരിൻ്റെ മുമ്പിൽ ആവശ്യപ്പെട്ടുകൊണ്ടൊരു അവകാശ പത്രിക സമർപ്പിച്ച് മാർച്ച് സംഘടിപ്പിച്ചത്. ആ ക്യാമ്പസിലെ 1000-ഓളം വിദ്യാർത്ഥികൾ ആ അവകാശ പത്രിക മാർച്ചിൽ ഇങ്ങനെയെല്ലാം ഈ നാടിനകത്തെ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ചതിന് ശേഷവും SFI നടത്തിയ മാർച്ചിനകത്ത് ആ വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ട്. AISFന് ആ തരത്തിൽ അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്ക് ആ തരത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാൻ ശേഷിയും അവരുടെ പ്രത്യയശാസ്ത്രത്തിന് കീഴിൽ അണിനിരത്താനുള്ള കഴിവുമുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെന്താ വിരോധം? ശ്രീ ശോഭ സുബിൻ, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ മറ്റു പ്രസ്ഥാനങ്ങളുടെ പിന്നിൽ അണിനിരക്കാൻ കേരളത്തിൽ ആരുമില്ല. അതാണ് നിങ്ങൾക്ക് വളരാൻ കഴിയാത്തത്. അതിന് SFIയോട് അസഹിഷ്ണുത കാട്ടിയിട്ടോ അല്ലെങ്കിൽ SFIയെ നോക്കി കൊതുക്കടിവ് കാണിച്ചിട്ടോ കാര്യമില്ല എന്നാണ് ശരത്ത് പറയുന്നത്. ഇവർ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നാണ്. ശരത്ത് പറയുന്നത് കേരളത്തിൽ KSUവിൻ്റെ ഒപ്പം 10 ആളെ കൂട്ടാൻ ശേഷിയില്ല എന്നാണ്. അങ്ങനെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമല്ല KSU എന്നാണ് തിരുവനന്തപുരത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്തിൻ്റെ നേതൃത്വത്തിൽ
സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ, സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ വലിയ സമരം നടക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ അഭിമന്യു മരിച്ചു. അഭിമന്യു മരിച്ചതിന് ശേഷം അഭിമന്യുവിൻ്റെ വീട്ടിൽ പോയ വ്യക്തിയുടെ പേര് നേരത്തെ നമ്മളിവിടെ കടമ എന്ന് പറഞ്ഞല്ലോ, വിദ്യാർത്ഥികളുടെ കടമകളുണ്ട്. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്ന രീതിയിൽ ഒരു സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഭിമന്യുവിൻ്റെ വീട്ടിലേക്ക് പോയി. അച്ഛനെയും അമ്മയെയും കണ്ടു, സംസാരിച്ചു, ആശ്വസിപ്പിച്ചു. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഒരു വിദ്യാർത്ഥിയും കൊലക്കത്തിക്ക് ഇരയാകരുത് എന്ന് പറയുന്ന വലിയ രാഷ്ട്രീയമാണ്. പക്ഷേ കുട്ടികൾ ക്യാമ്പസിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ SFI ഉയർത്തുന്ന രാഷ്ട്രീയം, ഞങ്ങളുടെ ഒപ്പം നിന്നില്ലെങ്കിൽ നിങ്ങളെ ക്യാമ്പസിൽ പൊതുരെ തല്ല് കിട്ടും, നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പാട്ട് പാടാൻ പറ്റില്ല, നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പുസ്തകം വായിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് കൊണ്ടുവരുന്ന കുട്ടികളുടെ എണ്ണമാണ് ശരത്ത് നേരത്തെ പറഞ്ഞത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ എങ്ങനെയാണ് SFIക്ക് എതിരായിട്ട് വേറെ തരത്തിലുള്ള കുട്ടികൾ വരുന്നത്. നിർബന്ധമായിട്ടും അവിടെ പ്രശ്നം നടന്നിട്ടുണ്ട്. നിർഭയമായി കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണല്ലോ കുട്ടികൾ എന്തൊക്കെ പറഞ്ഞാലും SFIക്ക് എതിരായിട്ട് പറയുന്നത്. എന്നിട്ട് വലിയ രീതിയിൽ വിപ്ലവകരമായ രീതിയിൽ ഒരു മുദ്രാവാക്യം ഉയർത്തിവിടുകയാണ്, ഞങ്ങളുടെ SFI ഇങ്ങനെയല്ല, ഞങ്ങളുടെ SFI ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുകയാണ്. ഞാനത് ചോദിക്കട്ടെ, ശരത്ത് ഇവിടെ ഇരിക്കുകയാണ്, ഞാൻ ശരത്തിനോട് വളരെ ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ കത്തി കൊണ്ട് കുത്തിയവൻ്റെ ഒപ്പമാണോ അതോ കുത്തു കൊണ്ടവൻ്റെ ഒപ്പമാണോ എന്ന് ശരത്ത് ഇവിടെ പറയേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഞാനത് ചോദിക്കാൻ കാരണം, അഖിലിനെയാണ് കുത്തിയത്. അഖിലിൻ്റെ കുടുംബം പറയുന്നു ഞങ്ങൾ CPMൻ്റെ കുടുംബമാണെന്ന് പറയുന്നു. എന്നാൽ അഖിലിന് വേണ്ടിയിട്ട് മുഴുവൻ സപ്പോർട്ടും CPIM ചെയ്യുമെന്ന് പറയുന്നു. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചത് തന്നെ പാടത്ത് ജോലിയും വരമ്പത്ത് കൂലിയും എന്നാണ്. അതാണ് ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജുകളിൽ കണ്ടുനിന്ന് വരുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലൂടെ ഒരു CPMൻ്റെ പ്രകടനം 150 ആളുമായിട്ട് പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞാൽ ആ പ്രകടനത്തിൻ്റെ എണ്ണം 1000-ലേക്ക് പോകുന്നു. മുഴുവൻ കുട്ടികളെ നിർബന്ധപൂർവ്വം പ്രകടനത്തിലേക്ക് ഇറക്കിക്കൊണ്ടുപോകും. അതിന് ഉള്ള പ്രതിഫലമായിട്ടാണ് പോലീസിൻ്റെ നിയമന ലിസ്റ്റിൽ ശിവരഞ്ജിത്തും അതുപോലെ നമ്മൾ ഈ പറയുന്ന നസീമും പ്രണവും ഒക്കെ 2ാം റാങ്കുകാരനും 1ാം റാങ്കുകാരനും 28ാം റാങ്കുകാരനുമായിട്ട് CPMന് കൊടുക്കുന്നതിൻ്റെ പ്രതിഫലമാണ് ഇന്ന് SFIക്കാർക്ക് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ക്യാമ്പസുകളെ കൊണ്ടു നടക്കുകയാണ് ഇന്ന് SFI ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നു, വിദ്യാർത്ഥികളുടെ കടമ എന്ന് സൂചിപ്പിച്ചല്ലോ. എറണാകുളത്തിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അലോഷിയുടെ നേതൃത്വത്തിലാണ് എറണാകുളത്ത് അഭിമന്യുവിൻ്റെ പ്രതികളെ പിടിക്കണം എന്ന് പറഞ്ഞ് സമരം നടത്തിയത്. ഇവർ SFIക്കാർ ഇന്നലെയോ മിനിഞ്ഞാന്നോ കളക്ട്രേറ്റുകളിലേക്ക് പോയി 51 ആവശ്യം പറഞ്ഞു. പ്രതികളെ പിടിക്കണമെന്ന് പറയുന്ന ഒരു ആവശ്യം പോലും പറഞ്ഞിട്ടില്ല. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കണമെന്ന് പറയുന്നു. ആരാണ് പറയുന്നത്? SFI പറയുന്നു. SFI തന്നെ കുട്ടികൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. ജിഷ്ണു പ്രണോയുടെ അമ്മ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് അനന്തപുരിയുടെ വിരുമാറിൽ പിണറായി വിജയന്റെ ഇരട്ടച്ചങ്ങന്റെ പോലീസ് വലിച്ചിഴക്കുന്ന നിർഭയമായിട്ടുള്ള ഏറ്റവും മോശകരമായിട്ടുള്ള സമീപനം എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് മാതൃവിലാപം നേരിടേണ്ടി വന്നത്? ജിഷ്ണു പ്രണോയുടെ അമ്മ പിണറായി വിജയനോട് അപേക്ഷിക്കുന്ന കുറ്റവാളികളെ കണ്ടെത്തണം, ഇല്ല എന്ന് പറയുന്നു. പോലീസ് ഓഫീസർമാർ ഒരു അമ്മയെ വലിച്ചടക്കുന്ന കാഴ്ച മുഴുവൻ കേരളം കണ്ടതാണ്. നേരത്തെ നെഹ്റു കോളേജിന്റെ സമരം സൂചിപ്പിച്ചു. ആദ്യമായി നെഹ്റു കോളേജിൽ അനിശ്ചിതകാല നിരാഹാരം തുടങ്ങുന്നത് ഇന്നത്തെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് മിഥുൻ മോഹനും ജില്ലാ സെക്രട്ടറി വൈശാഖ് വേണുഗോപാലുമാണ്. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഞാൻ. എന്നാൽ MLA ശശി വന്നിട്ട് പറയുന്നത് കൃഷ്ണദാസിനെ അംഗീകരിക്കണം, വലിയ സംഭാവനകൾ ചെയ്ത വ്യക്തിയാണ്. എന്നിട്ട് ദേശാഭിമാനി പത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനവും പരിപാടി നടക്കുമ്പോൾ അദ്ദേഹത്തെ പിടിച്ചിരുത്തി വലിയ ആദരവ് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു KSUവിന് 10 ആൾ ഇല്ല എന്ന് പറയുന്നത് ഏറ്റവും മോശകരമായ സമീപനമാണ്. KSU എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ കടമകൾ ഏറ്റെടുത്ത് സർഗാത്മകത മുൻനിർത്തി സമരം ചെയ്യുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പേര് KSU എന്നാണെന്ന് മനസ്സിലാക്കണം. ശ്രീ ശരത്, താങ്കൾക്ക് മറുപടി പറയാം. ഈ 51 ഇന അവകാശങ്ങൾക്ക് വേണ്ടി മുമ്പോട്ട് പോയി ഈ അവകാശ പത്രിക സമർപ്പിച്ചു. ഈ അവകാശ പത്രികയിൽ ഏതെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന തരത്തിൽ ഏത് തരത്തിലുള്ള ഒന്നും തന്നെ നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിനെതിരെ ശക്തമായ സമരത്തിലേക്ക് പോകുമോ? ഒപ്പം തന്നെ നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളി നിങ്ങൾക്ക് മുമ്പിൽ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ജിഷ്ണു പ്രണോയുടെ അമ്മ ഉയർത്തിവിട്ട ചോദ്യമുണ്ട്. മറ്റ് ക്യാമ്പസുകളിൽ പിടഞ്ഞു വീണ ജീവനുകൾ നിങ്ങൾക്ക് മുമ്പിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇതിനൊക്കെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ മറുപടി പറഞ്ഞല്ലേ തീരൂ? അല്ല, ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, നേരത്തെ ജിഷ്ണു പ്രണോയുടെ ഒരു പരിപാടിയിൽ ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ നടന്ന ഒരു പരിപാടിയിൽ കൃഷ്ണദാസിനെ പങ്കെടുപ്പിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ പേര് വച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. ഞങ്ങൾ ശക്തമായ ഇതിനകത്ത് വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ദേശാഭിമാനി പത്രത്തിൻ്റെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല, അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചിട്ടില്ല. മറ്റൊന്ന്, SFIയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള
ചൂഷക മാനേജ്മെൻറ്റുകളുടെ നേതൃത്വത്തിന് എല്ലാ കാലഘട്ടത്തിലും SFI എതിരാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവകാശ പത്രിക സമർപ്പിച്ചുകൊണ്ട് മാർച്ച് നടത്തുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. നേരത്തെ അംഗീകരിക്കാറില്ലായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഞങ്ങൾ ഇതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്യുമായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഓണപ്പരീക്ഷ എത്തിയിട്ടും മറ്റേ പാഠപുസ്തകം കിട്ടാത്ത ഘട്ടം വന്നപ്പോൾ എവിടെയാണ് പാഠപുസ്തകമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുമ്പോൾ ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് പാഠപുസ്തകം കിട്ടാത്തത് എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു. യൂണിഫോം കൃത്യസമയത്ത് വിതരണം ചെയ്യാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. സർവകലാശാലയുടെ ഭൂമിയെ വിൽപ്പന ചരക്കാക്കി വെച്ച സാഹചര്യം ഉണ്ടായിരുന്നു. വിദേശ സർവകലാശാലകളെ കേരളത്തിൻ്റെ മണ്ണിലേക്ക് കൈപിടിച്ചാനയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം എതിരെ വലിയ സമരം അന്ന് കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ SFI ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വന്നത്. ആ സർക്കാരിനെതിരായി സമരം ഏറ്റെടുക്കുന്നതിൽ നിങ്ങൾ നോക്കുക, കേരളത്തിൽ നിരവധിയായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ സർക്കാർ സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുന്നു, കൃത്യമായി പാഠപുസ്തകം വിതരണം ചെയ്യുന്നു, യൂണിഫോം വിതരണം ചെയ്യുന്നു, ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്നു. ഇപ്പോൾ ഈ പ്രളയം അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ ബഡ്ജറ്റിൽ പോലും ഇപ്പോൾ ഈ പ്രദേശം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് ഉൾപ്പെടെ 25 കോടി രൂപ അനുവദിക്കേണ്ട ഒരു സർക്കാർ. ശരത് പ്രസാദ്, സർക്കാരിന്റെ ഒരു നേട്ടത്തെയോ സർക്കാരിന്റെ കോട്ടത്തെയോ വിലയിരുത്തുകയല്ല നമ്മൾ ഇവിടെ ചെയ്യുന്നത്, മറിച്ച് ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ സർഗാത്മകതയെ കുറിച്ച്, ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജിഷ്ണു പ്രണോയോടൊപ്പം അല്ലെങ്കിൽ ആ കുടുംബത്തോടൊപ്പം SFI നിൽക്കുന്നുണ്ടോ, അതോടൊപ്പം കുത്തേറ്റ് വീണ ആളുകൾക്കൊപ്പം SFI നിൽക്കുന്നുണ്ടോ എന്നതല്ലേ. ഇവിടെ ആ ക്യാമ്പസിൽ നിങ്ങൾക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ക്യാമ്പസിലെ ആ ക്യാമ്പസിൽ SFIയെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ആളുകളുടെ കൈവശം സീലുകൾ ഉണ്ടാവുന്നു. അവർ സമാന്തര യൂണിവേഴ്സിറ്റി തന്നെയായിട്ട് പ്രവർത്തിക്കുന്നു. അവർ PSCയുടെ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതായി കയറിപ്പോകുന്നു. ഇതൊക്കെ കാണുന്ന കേരളത്തിന്റെ പൊതുസമൂഹം അവജ്ഞയോടെയല്ലേ ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നോക്കിക്കാണേണ്ടത്? ഇവിടെ നേരത്തെ ശ്രീ ശോഭാ സുബിൻ സൂചിപ്പിക്കേണ്ടേ, നിങ്ങൾ ആരുടെ കൂടെ, നിങ്ങൾ കുത്തുകിട്ടിയ അഖിലിൻ്റെ കൂടെയാണോ, കുത്തിയ മറ്റേ ശിവരഞ്ജിത്തിൻ്റെ കൂടെയാണോ? ഒരു തർക്കവും വേണ്ട. കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം അഖിലിൻ്റെ കൂടെയാണ്, ആ കുത്തുകിട്ടിയ വിദ്യാർത്ഥിയുടെ കൂടെയാണ്. കുത്ത് കിട്ടിയ അഖിലിന്റെ ഒപ്പമാണ് എന്ന് പറയുന്നു. എങ്ങനെയെങ്കിലും ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ശിവരഞ്ജിത്തും നസീമിനെയും കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം മേടിച്ചു കൊടുത്തത് SFIയുടെ സംസ്ഥാന ഭാരവാഹികളാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള വക്കീലിനെ നിയമിച്ചത് SFIയുടെ സംസ്ഥാന ഭാരവാഹികളാണ്. അവർ മാധ്യമങ്ങൾ വീട്ടിലേക്ക് പോയപ്പോൾ തടയുവാൻ ചെന്നതിൽ പ്രധാനപ്പെട്ടതുണ്ട് SFIയുടെ ഭാരവാഹികളാണ്, CPMന്റെ ഭാരവാഹികളാണ്. ഇത്തരത്തിൽ നസീമിനെയും ശിവരഞ്ജിത്തിനെയും വളരെ പ്രത്യക്ഷമായി സഹായിക്കുകയും എരയോടും വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്ന സമീപനം എന്നും എടുത്തിട്ടുണ്ട്. കേരളവർമ്മ കോളേജിൽ അയ്യപ്പസ്വാമിയുടെ ചിത്രം നേരെ തലതിരിച്ചു വെച്ച് മോശകരമായ രീതിയിൽ ചിത്രീകരിച്ച് മുഴുവൻ സമുദായത്തിനെയും എതിരെ ചിത്രീകരിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ ചെയ്തില്ലെന്ന് പറയുന്നു. നമുക്ക് അതിലേക്ക് വരാം. ശ്രീ ശരത് പ്രസാദ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അഖിലിന്റെ കൂടെയാണ്. ഞങ്ങളുടെ ഒരു സംസ്ഥാന ഭാരവാഹി, ഞാൻ SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ്. ഞങ്ങളുടെ ഒരു സംസ്ഥാന ഭാരവാഹിയും ഈ കുത്തി ആളുകളെ അല്ലെങ്കിൽ ഈ ആളുകളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി പോയിട്ടില്ല. നിങ്ങൾ നോക്കണം, സംസ്ഥാന ഭാരവാഹി പോയിട്ടില്ല. പിന്നെ ഇവിടെ സൂചിപ്പിച്ചു PSCയുടെ വിഷയം. PSC സ്വതന്ത്രമായി അന്വേഷിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ പങ്കെടുത്തു. ആ ചർച്ചയ്ക്കകത്ത് KSUവിൻ്റെ ഒരു മുൻ നേതാവും എറണാകുളത്ത് നിലവിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്ത് PSC ബോർഡ് അംഗമായിരുന്ന ഒരു വനിത, അവർ പങ്കെടുത്തു പറഞ്ഞത് PSCയിൽ അതിനുള്ള സാഹചര്യമില്ല, PSCയിൽ ഇങ്ങനെ തിരിമറി നടത്താനുള്ള സാഹചര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. ഞങ്ങൾ ഈ പ്രതികളെ ഒരാളെയും സംരക്ഷിക്കില്ല. ഇത്തരത്തിലുള്ള ആളുകളെ, ഞങ്ങളുടെ സംഘടനയുടെ നയം അതല്ല. ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കുത്തുകയും ആക്രമിക്കുകയും ഞങ്ങളുടെ സംഘടനയുടെ നയമല്ല. ശ്രീ ശരത് പ്രസാദ്, പിന്നെ ശ്രീ ശരത് പ്രസാദ്, അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. ഈ PSC റാങ്ക് ലിസ്റ്റിൽ ഒരു ക്രമക്കേടും നടന്നിട്ടില്ല എന്ന് തന്നെയാണോ SFI ഇപ്പോഴും പറയുന്നത്? അല്ല, അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് അന്വേഷണവും സംഘടിപ്പിച്ച് നമ്മുടെ നാടിനകത്ത് നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വരുന്ന ജോലി തേടിയുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതി യുവാക്കളുടെ വലിയ സ്വപ്നമാണ് PSC. അതിൻ്റെ വിശ്വസനീയതയെ, അതിൻ്റെ ക്രെഡിബിലിറ്റിയെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി സർക്കാരിന് കഴിയണം. അന്വേഷണം സംഘടിപ്പിക്കണം. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞ 2 കാര്യങ്ങൾ കൂടി മറുപടി പറയാനുള്ള ഒരു സമയം അനുവദിക്കണം. ഒന്ന് പറഞ്ഞത് അഭിമന്യുവിൻ്റെ വിഷയമാണ്. അഭിമന്യുവിൻ്റെ മാതാപിതാക്കൾക്കൊപ്പം പോയി അഭിമന്യുവിൻ്റെ കേസിലെ വീട്ടുകാരെ
അല്ലെങ്കിൽ അതിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് സൂചിപ്പിച്ചു. നിങ്ങൾ നോക്കണം, അഭിമന്യുവിൻ്റെ 1ാമത് രക്തസാക്ഷി ദിനം ഇടുക്കിയിലും അതുപോലെ തന്നെ എറണാകുളത്തും വെച്ച് സംഘടിപ്പിച്ചു. അഭിമന്യുവിൻ്റെ സഹോദരനും അഭിമന്യുവിൻ്റെ അച്ഛനും അമ്മയും പങ്കെടുത്തതിൽ പറഞ്ഞത്, അഭിമന്യുവിൻ്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഒരു കോൺഗ്രസ്സുകാരനും വരേണ്ടതില്ല എന്നാണ് അഭിമന്യുവിൻ്റെ അച്ഛനും അമ്മയും പച്ചയ്ക്ക് പറഞ്ഞത്. മറ്റൊന്ന്, ജിഷ്ണു പ്രണോയുടെ വിഷയമായിട്ട് ഇവിടെ സൂചിപ്പിച്ചു. ജിഷ്ണു പ്രണോയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് SFI നടത്തിയതുപോലെ ഒരു ഇടപെടൽ മറ്റേത് സംഘടനയാണ് നടത്തിയത്? ജിഷ്ണു പ്രണോയുടെ അച്ഛൻ, നിങ്ങൾ നോക്കണം, പാമ്പാടിയിൽ നെഹ്റു കോളേജിന്റെ ഉമ്മറത്ത് ജിഷ്ണു പ്രണോയുടെ 2ാമത് അനുസ്മരണം നടക്കുമ്പോൾ ആ സ്റ്റേജിൽ കയറി നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മകന്റെ നീതിക്ക് വേണ്ടി ഒരുപാട് നാടകം കളിക്കാൻ കുറെ സംഘടനകൾ വന്നു. അദ്ദേഹം പേരെടുത്തു പറഞ്ഞു, KSU നാടകം കളിക്കാൻ വന്നു. എന്നാൽ എൻ്റെ മകന്റെ നീതി ലഭിക്കുന്നതിന് വേണ്ടി പോരാട്ടം ഏറ്റെടുത്ത സംഘടന SFI മാത്രമാണ് എന്ന് അഭിമന്യുവിന്റെ അച്ഛൻ അവിടെ വന്ന് പറയാണ്. അപ്പൊ ഏത് തരത്തിലാണ് ഞങ്ങള് ഈ തരത്തിൽ ആത്മാർത്ഥമായിട്ടല്ലാത്ത സംഘടന നമുക്ക് അതിലേക്ക് തിരികെ വരാം. ശ്രീ ഡെയ്സൺ പാണങ്ങാടൻ, ഇപ്പോൾ നടക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരു സ്വാശ്രയ കോളേജിന്റെ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഒരു മറ്റൊരു സ്വയംഭരണ കോളേജിന്റെ ഒക്കെ പ്രശ്നത്തിൽ ഉണ്ടാകുന്ന ആ സമരങ്ങളിലേക്ക് ഇവിടുത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളെ ആട്ടിൻപറ്റത്തെ പോലെ തെളിച്ചു കൊണ്ടുപോവുകയാണ്. പ്രൊഫഷണൽ കോളേജുകളിൽ ഫീസ് വർദ്ധിപ്പിക്കുമ്പോൾ അതിനെതിരെ സമരം നടത്തേണ്ടത് ആ കോളേജ് ക്യാമ്പസുകളിലാണെങ്കിൽ അതിന് പകരം സെക്രട്ടേറിയറ്റിലേക്ക് മറ്റും വിദ്യാർത്ഥികളെ ഒന്നടങ്കം കൊണ്ടുപോകുന്നത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളെയാണ്. ഇതൊരു തരം നാടകം കളിക്കലല്ലേ? അതായത് സംഘടനാ ശക്തിയും സംവിധാനങ്ങളും ഒക്കെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നൊക്കെ ഉള്ള ചില നാടകങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു സർക്കാരിന് ഇടയിലേക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് കടന്നു കയറുവാൻ വേണ്ടി വിദ്യാർത്ഥികളെ ഒരു ചട്ടുകമായി ഉപയോഗിക്കുന്നില്ലേ? ഇതല്ലേ ശരിക്കും ഈ ക്യാമ്പസ് രാഷ്ട്രീയം ഒരുതരം അപജയത്തിൽ എത്തിയതിൻ്റെ ഏറ്റവും വലിയ ഒരു കാരണം? ക്യാമ്പസ് രാഷ്ട്രീയത്തെ വളരെ നീതിബോധത്തോട് വിലയിരുത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ആരാണ് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ. ഏറ്റവും ചുരുങ്ങിയത് 17 വയസ്സിന് മുകളിലുള്ള അല്ലെങ്കിൽ 18 വയസ്സിന് മുകളിലുള്ള 18 വയസ്സ് തുടങ്ങുന്ന വിദ്യാർത്ഥികളാണ്. ഏതാണ്ട് 24-25 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലുള്ള വിദ്യാർത്ഥികളാണ് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളായിട്ട് വരിക. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഒരു പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കാൻ യോഗ്യതയുള്ള, ഒരു നിയമസഭാ ഇലക്ഷനും എന്തിനേറെ ഒരു പാർലമെൻറ്റ് ഇലക്ഷനും മത്സരിക്കാൻ യോഗ്യതയുള്ള ആളുകൾ പോലും, നിയമപരമായി വയസ്സുള്ള ആളുകൾ പോലും ക്യാമ്പസുകളിലുണ്ട്. അപ്പോൾ ക്യാമ്പസുകൾ എപ്പോഴും ഒരു രാഷ്ട്രീയവാദത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയവാദം എന്നതിനേക്കാൾ ഉപരി ഒരു രാഷ്ട്രബോധത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹ്യബോധത്തിൻ്റെ വേദികളാവണം. അതിൽ യാതൊരു സംശയവുമില്ല. അതിനൊക്കെ അപ്പുറത്ത് അവർ ചെയ്യേണ്ട ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ദൗത്യമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സംഘടനാ സംവിധാനം എന്ന നിലയിൽ അവർ ഏറ്റെടുക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ദൗത്യമുണ്ട്. നമ്മളൊന്ന് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടാം, എവിടെയാണ് വിയറ്റ്നാമിൻ്റെ വിമോചന സമരത്തെ പറ്റിയുള്ള പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ കേരളത്തിൽ നടന്നത് എവിടെയാണ്? അത് നമ്മുടെ ക്യാമ്പസുകളിലാണ്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെയുള്ള വർണ്ണവിവേചന വിരുദ്ധ സമരത്തെ പറ്റിയുള്ള വ്യാപക ചർച്ചകൾ നടന്നത് എവിടെയാണ്? അത് നമ്മുടെ കലാലയങ്ങളിലാണ്. അത്തരത്തിലുള്ള മൂല്യബോധത്തിൻ്റെ ചർച്ചകൾ നടന്ന, അത്തരത്തിലുള്ള സമത്വബോധത്തിൻ്റെ ചർച്ച നടന്ന നമ്മുടെ ക്യാമ്പസുകളിലാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടക്കുന്നതെന്നുള്ളത് ഈ സമൂഹത്തിലെ പൊതുസമൂഹത്തെ, ഈ സമൂഹത്തിലെ ഏതൊരു മനുഷ്യനെയും, അത് വിദ്യാർത്ഥി ഉൾപ്പെടുന്ന, മാതാപിതാക്കൾ ഉൾപ്പെടുന്ന, വലിയ ആളുകൾ ഉൾപ്പെടുന്ന മുഴുവൻ ആളുകളെയും വ്യക്തിപരമായി വേദനിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ അവരെയൊക്കെ ഒട്ടേറെ ഒരു സമൂഹത്തെ തന്നെ പുറകോട്ട് വലിക്കുന്ന തുല്യമാണ്. ശ്രീ ഡെയ്സൺ പാണങ്കാരൻ, മറ്റൊരു കാര്യം കൂടി ഇല്ലേ? ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ, അവർക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മേഖലയിലെ വിദ്യാർത്ഥികളുടെ ഫീസ് വർധനവിന് വേണ്ടി സമരവുമായി തെരുവിലിറങ്ങുന്നു. അവർ തെരുവിലിറങ്ങി അക്രമം അഴിച്ചുവിടുന്നു. എന്നാൽ ഈ പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥികൾ ആരും തന്നെ അത്തരം സമരങ്ങളിൽ കണ്ടിട്ടില്ല. ഈ പ്രൊഫഷണൽ കോളേജുകളുടെ അന്തരീക്ഷത്തിൽ നിന്നും ഒരു വിദ്യാർത്ഥി നേതാവിനെ പോലും കണ്ടിട്ടില്ല. ഈ വിദ്യാർത്ഥി നേതാക്കന്മാരെല്ലാവരും രൂപം കൊള്ളുകയും അല്ലെങ്കിൽ അവർ നിലനിൽക്കുകയും ചെയ്യുന്നത് പലപ്പോഴും ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ ഒരു പരിസരത്ത് മാത്രമാണ്. ആ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പല വിദ്യാർത്ഥികളും പറയുന്നത് ശരിയല്ലേ? ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഏക അവസരമാണ് ഈ കോളേജ്. ഈ കോളേജിൽ വന്ന ഈ സമയം, പഠിപ്പിക്കുന്ന ഈ സമയം മാത്രം, ക്യാമ്പസിലുള്ള സമയം മാത്രമാണ് ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നത്. അത് നശിപ്പിച്ചുകൊണ്ട് പ്രകടനത്തിനിറങ്ങുക, അത് നശിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങുക, താല്പര്യമില്ലാത്തവരെ അതിൻ്റെതായ വഴിക്ക് വിടാനുള്ള ഒരു വിവേചനമെങ്കിലും അല്ലെങ്കിൽ ഒരു വിവേകബുദ്ധിയെങ്കിലും ഈ രാഷ്ട്രീയ നേതാക്കന്മാർ, ഈ വിദ്യാർത്ഥി നേതാക്കന്മാർ കാണിക്കേണ്ടതല്ലേ? ശ്രീ ഡെയ്സൺ പാണങ്ങാടൻ, വിദ്യാർത്ഥി സംഘടനാ നേതൃത്വം ഏറ്റവും പ്രാഥമികമായി ശ്രദ്ധ ചെലുത്തേണ്ട ഏതാനും ചില മേഖലകളെ സംബന്ധിച്ചാണ് അവതാരകൻ ഇവിടെ സൂചിപ്പിക്കുക.
നമുക്കറിയാം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥി നേരിടുന്ന പ്രശ്നങ്ങൾ, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നേരിടുന്ന പ്രശ്നങ്ങൾ, പൊതുസമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതിലൊക്കെ കൃത്യമായ അഭിപ്രായം പറയാനും ഇതിലൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള സംഘബോധം അവർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണ്, പഠിപ്പ് മുടക്കിയുള്ള സമരം എന്നതിനപ്പുറത്ത് അല്ലെങ്കിൽ അക്രമ സമരം എന്നതിനപ്പുറത്ത് നൈയാമികമായിട്ടുള്ള ശൈലിയിലുള്ള സമരങ്ങൾ എന്തുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾക്ക് ഇവിടെ ആലോചിച്ചുകൂടാ? അല്ലെങ്കിൽ പൊതുവിദ്യാർത്ഥി സമൂഹം നേരിടുന്ന പൊതു പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്താൻ എന്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾക്ക് നേതൃത്വം വഹിച്ചുകൂടാ? ഇപ്പോൾ നമുക്കറിയാം ഈ അടുത്ത നാളുകളിലായി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റിയുള്ള വ്യാപകമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 440ഓളം പേജുകളുള്ള ശുപാർശകൾ ഏതാണ്ട് ഈ ജൂലൈ 31-ാം തീയതി വരെയുള്ള തിരുത്തലുകൾക്ക് ശേഷം അംഗീകരിക്കാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, ഒരു പക്ഷേ അതിൽ സംസ്ഥാന കമ്മിറ്റിയോ അതിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റിയോ അത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ടാകാം. ഒരു ക്യാമ്പസുകളിലും വിദ്യാർത്ഥി യൂണിയനുകളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ച നടന്നതായിട്ട് എനിക്കറിവില്ല. എന്തുകൊണ്ട് നമ്മുടെ നാടിൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ വിദ്യാർത്ഥികളുടെ സർഗ്ഗാത്മകത നഷ്ടപ്പെടുന്നു? ഈ സമൂഹത്തിലെ പുതുതലമുറയെ വാർത്തെടുക്കുന്ന ഏറ്റവും അടിസ്ഥാന ഇടങ്ങളായ ക്യാമ്പസുകളിൽ, അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ ഭാവി നിർണ്ണയിക്കേണ്ട ഏറ്റവും അടിസ്ഥാന ഇടങ്ങളായ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള, പൊതുസമൂഹത്തിന് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള പ്രാവീണ്യം ലഭിക്കാൻ എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അത്തരം ഒരു സാധ്യത ഇല്ലാതാവുന്നു? അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കേണ്ടത്, വിദ്യാർത്ഥി സംഘടന നേതൃത്വം ഏറ്റെടുക്കേണ്ടത്. നമുക്കറിയാം കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കോളേജുകൾ അനുവദിച്ചു കഴിഞ്ഞു. കോളേജിൽ അനുവദിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അനുവദിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ചെറിയ ആർട്സ് ആൻഡ് സയൻസ് മേഖലകളിൽ വളരെ ചെറിയ തരത്തിലുള്ള കോഴ്സുകൾ, ചെറിയ തരത്തിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് വളരെ നമ്പർ കുറവാണ് അനുഭവിച്ചിട്ടുള്ള കോഴ്സുകൾ. എന്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥി തലമുറയ്ക്ക് ഉപകാരപ്രദമാകാവുന്ന ഒട്ടനവധി കോഴ്സുകൾ അനുവദിക്കാൻ നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾക്ക് സമ്മർദ്ദം ചെലുത്തിക്കൂടാ? അപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച ആ സമരമാർഗ്ഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, അല്ലെങ്കിൽ പഠിപ്പ് മുടക്കിയുള്ള സമരമാർഗ്ഗം അല്ലെങ്കിൽ അക്രമത്തിൻ്റെ പാതയിലുള്ള സമരമാർഗ്ഗം എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ, ഈ സമൂഹത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രക്രിയയെ ഏറ്റവും സുതാര്യമാക്കി ഏറ്റവും നന്മയിലേക്ക് നയിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് വിദ്യാർത്ഥി. ഒപ്പം തന്നെ ഈ ക്യാമ്പസുകൾ സർഗാത്മകമല്ലാതാക്കിയതിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഒരു വലിയ കുറ്റവാളികൾ അധ്യാപകരും അല്ലെങ്കിൽ മാനേജ്മെന്റും ഇല്ലേ? കാരണം സർഗാത്മക പ്രക്രിയകൾ, അതായത് കലോത്സവം അതൊരു വഴിപാടായി മാറിയിരിക്കുന്നു. കായിക മത്സരങ്ങൾ അതും മറ്റൊരു വഴിപാടായി മാറിയിരിക്കുന്നു. പണ്ട് തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു, കലാലയത്തെ മുഴുവൻ പിടിച്ചു കുലുക്കുന്ന വലിയ തെരഞ്ഞെടുപ്പ് മഹോത്സവം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അതൊക്കെ ഒരു തരം സർഗാത്മക പ്രക്രിയയായിരുന്നു. ജനാധിപത്യത്തിൽ എങ്ങനെയാണ് വോട്ട് പിടിക്കുക, അല്ലെങ്കിൽ ആളുകളുമായി സംസാരിക്കുക, എന്തുകൊണ്ട് തങ്ങളുടെ ആശയത്തിൽ വിശ്വസിക്കണമെന്ന് വിദ്യാർത്ഥികൾക്ക് മറ്റു വിദ്യാർത്ഥികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ ഒരു അവസരം ഉണ്ടാകുക, ഇതൊക്കെ ഏതാണ്ട് അവസാനിച്ചു പോയിരിക്കുന്നു. ക്യാമ്പസുകളെ ഏതാണ്ട് പള്ളിക്കൂടങ്ങളുടെ മറ്റൊരു പതിപ്പാക്കി മാറ്റിയിരിക്കുന്നു. യൂണിഫോം ഇട്ട് വരുന്ന വിദ്യാർത്ഥി, ഇവിടെ എവിടെയാണ് സർഗാത്മകത? അല്ല, അത് നമ്മൾ പൊതുവിൽ കലാലയങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഫഷണൽ കോളേജുകളെയും റെഗുലർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളെയും ഒറ്റ തുലാസിലിട്ടിട്ടാണ് നമ്മൾ പലപ്പോഴും ഇവിടെ താരതമ്യം ചെയ്ത് കണ്ടിരിക്കുന്നത്. നമുക്കറിയാം സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു വേറെ ശൈലിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ഒപ്പം തന്നെ റെഗുലർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ മറ്റൊരു ശൈലിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നില്ല, ഒരുപക്ഷെ സ്വാശ്രയ കോളേജുകളിൽ വളരെ ചുരുക്കം ഇടങ്ങളിൽ ഈ പറയുന്ന അവതാരകൻ സൂചിപ്പിച്ച പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എനിക്കിത് അത്ര തന്നെ ഗൗരവതരമായി റെഗുലർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ നാട്ടിലെ മുഴുവൻ കലാലയങ്ങളും പ്രവർത്തിക്കുന്ന ഒരു നിയമവ്യവസ്ഥിതിക്ക് വിധേയമായിട്ടാണ്. കലാലയങ്ങളിൽ രാഷ്ട്രീയം നിരോധിക്കണമെന്ന് ഹൈക്കോടതി പോലും ഈ അടുത്ത നാളുകളിൽ സൂചകങ്ങൾ പറയുകയുണ്ടായി. ഒരു പക്ഷേ അതിൻ്റെയൊക്കെ ചുവട് പിടിച്ച് കലാലയ രാഷ്ട്രീയം അല്ലെങ്കിൽ കലാലയത്തിൽ രാഷ്ട്രീയം നിരോധിച്ച സ്ഥാപനങ്ങളുണ്ടാവാം. പക്ഷേ അവിടെയൊക്കെ കോടതിയുടെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതൊരു കാരണവശാലും നടക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിയമവിധേയമാകേണ്ടതാണ്. ശ്രീ ഡേസൻ ബാണങ്ങാടൻ, നമുക്ക് ചർച്ചയിലേക്ക് തിരികെ വരാം. ക്യാമ്പസുകളിൽ നിന്ന് രാഷ്ട്രീയം പടിയിറങ്ങിയപ്പോൾ പലയിടത്തും കടന്നു കയറിയത് മറ്റു ചില ശക്തികളാണ്. അത്തരം അവസ്ഥകളെക്കുറിച്ച് അല്പം ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഷെക്കീന ടെലിവിഷൻ, ജനമനസ്സുകളിലേക്ക്. നന്മയുടെ നേർക്കാഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീതിയുടെ നിർവചനങ്ങളുമായി ഏപ്രിൽ 28 ഞായറാഴ്ച ഷെക്കീന ടെലിവിഷൻ പരീക്ഷണ സംപ്രേക്ഷണം ആരംഭിച്ചു. കൂടുതൽ വാർത്തകളും വിജ്ഞാനവും വിനോദവും സമന്വയിപ്പിച്ച് മുഴുവൻ സമയ പ്രോഗ്രാമുകളുമായി ഓഗസ്റ്റ് 15 മുതൽ ഷെക്കീന ടെലിവിഷൻ ജനമനസ്സുകളിലേക്ക്.
ഷെക്കേന ഇൻസൈറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രീ ഡെയ്സൺ പാണേങ്ങാടൻ, ക്യാമ്പസുകളിൽ നിന്ന് രാഷ്ട്രീയത്തെ പടിയിറക്കി വിട്ടാൽ പകരം അവിടേക്ക് കടന്നു വരുന്നത് മറ്റു ചില അപകടങ്ങളാവും. വർഗീയത കടന്നു വരും, ഒപ്പം തന്നെ മയക്കുമരുന്നിൻ്റെതായ അന്തരീക്ഷങ്ങൾ, മറ്റ് ലഹരി പദാർത്ഥങ്ങളുടേതായ അന്തരീക്ഷങ്ങൾ കടന്നു വരും. അതിനും അപ്പുറത്തേക്ക് ഉള്ള മറ്റു മാഫിയകൾ അവിടെ വേര് ആഴ്ത്തുകയും ചെയ്യും. ഒരു പരിധിവരെ ക്യാമ്പസുകളെ ഇത്തരം അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടുത്തി നടത്തുന്നതിൽ വലിയ പങ്ക് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വഹിക്കുന്നില്ലേ? ക്യാമ്പസ് രാഷ്ട്രീയത്തെ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ ഈ ഒരു അപകടം എന്തുകൊണ്ട് നിങ്ങൾ മുൻകൂട്ടി കാണുന്നില്ല? ക്യാമ്പസ് രാഷ്ട്രീയം ഒരു പരിധിവരെ ഒഴിവാക്കപ്പെടേണ്ടതാണെന്നുള്ള ഒരു അഭിപ്രായം വ്യക്തിപരമായി എനിക്കില്ല. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് ക്യാമ്പസ് രാഷ്ട്രീയത്തെ നിരോധിക്കാൻ മാനേജ്മെൻറ്റുകൾക്ക് സാധിച്ചത് എന്ന് ക്രിയാത്മകമായി ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. ഏത് കാരണങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കലാലയങ്ങളിൽ നിന്ന് രാഷ്ട്രീയം നിർബന്ധമായും ഒഴിവാക്കപ്പെടണമെന്നുള്ള ചർച്ച മാനേജ്മെൻറ്റുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റുകൾ അത്തരം ഒരു നീക്കത്തിലേക്ക് പോയതെന്ന് ക്രിയാത്മകമായി അല്ലെങ്കിൽ വിമർശനാത്മകമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അക്രമ രാഷ്ട്രീയം തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആശയ സംഘടനത്തെക്കാൾ ഉപരിയുള്ള അക്രമത്തിൻ്റെ പാതയിലുള്ള പ്രവർത്തന രീതികൾ തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി കലാലയങ്ങളെന്ന് അക്രമ വിമുക്തമാകുന്നുവോ, കലാലയങ്ങളെന്ന് അക്രമ സാധ്യതയുള്ള പ്രവർത്തനങ്ങൾ വിമുക്തമാകുന്നുവോ, അന്നേ ഒരു കലാലയത്തിൻ്റെ സർഗാത്മകത അത് പൊതുസമൂഹത്തിൻ്റെ ഭാഗമാവുകയുള്ളൂ, വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഭാഗമാവുകയുള്ളൂ. അതിൽ യാതൊരു സംശയവും നമുക്ക് ഇവിടെ രേഖപ്പെടുത്തേണ്ടതില്ല. ഒരു കാര്യം വളരെ കൃത്യമാണ്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അറിയുന്ന, വിദ്യാർത്ഥികളെ അറിയുന്ന, വിദ്യാഭ്യാസ പ്രക്രിയയിലെ പ്രശ്നങ്ങൾ അറിയുന്ന വിദ്യാർത്ഥി തലമുറയാണ് ഇവിടെ വളർന്നു വരേണ്ടത്. ശ്രീ ശോഭ സുബിൻ, ഇങ്ങനെ പോയാൽ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം ഏതാണ്ട് അവസാനിക്കും. നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനോ വേരുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ക്യാമ്പസിൽ നിന്ന് രാഷ്ട്രീയം പൂർണ്ണമായും പടിയിറങ്ങും. കോടതികൾ, ഒരുപക്ഷെ കോടതി വിധികളിലൂടെ അത് നടപ്പാക്കേണ്ട ബാധ്യത സർക്കാരിന് തന്നെ ഉണ്ടാവും. അത് നിങ്ങളുടെ സർക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാരോ അതിന് നിർബന്ധിതമാകുകയും ചെയ്യും. ഈ ഒരു അപകടം പലപ്പോഴും നിങ്ങൾ തന്നെ ക്ഷണിച്ചു വരുത്തുന്നില്ലേ? കേരളത്തിൽ ആദ്യമായി ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിച്ച ക്യാമ്പസിൽ അതിനെതിരെ ഒരു വിദ്യാർത്ഥി യൂണിയൻ ആ ക്യാമ്പസിന് പുറത്ത് സമരം നടത്തിയപ്പോൾ ആ മാനേജ്മെന്റ് തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ട് തെരുവിൽ പ്രകടനം നടത്തി നിങ്ങളുടെ നേതാക്കന്മാരടക്കമുള്ളവർ. ആര് മരിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് വളരാൻ പറ്റിയില്ലെങ്കിൽ ക്യാമ്പസ് രാഷ്ട്രീയം പൂർണ്ണമായി അവസാനിച്ചോട്ടെ എന്ന ഒരു നിലപാടിലേക്ക് KSU എത്തിക്കഴിഞ്ഞു. ക്യാമ്പസ് രാഷ്ട്രീയം ഒരിക്കലും നിരോധിക്കരുത് എന്നുള്ളത് തന്നെയാണ് KSU എന്നും എടുത്തിട്ടുള്ള നിലപാട്. അതിൻ്റെ രണ്ട് കാരണങ്ങൾ പറയാം. ഈ ഒരു ചർച്ച നമ്മളിലേക്ക് വരുന്നതിനുള്ള ഒരു പൊതുസമൂഹത്തിൽ പത്രങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ എന്ന് വേണ്ട എല്ലാ പൊതുസമൂഹവും ഒരു ചർച്ച ചെയ്യപ്പെടാൻ എന്തുകൊണ്ട് ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണം എന്ന് പറയാൻ കാരണമുണ്ട്. അതിന് ആസ്പദമായ കുറേ കാര്യങ്ങൾ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ മറ്റുള്ളവർക്ക് പറയാനുള്ള കാരണമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സെൻറ് തോമസ് കലാലയത്തിൽ രാഷ്ട്രീയം നിരോധിച്ചു എന്ന് പറഞ്ഞ വലിയ രീതിയിലുള്ള വലിയ ബഹളങ്ങളും ഒച്ചപ്പാടുകളും ഉണ്ടാക്കി. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സെൻറ് തോമസ് കോളേജിൻ്റെ കവാടത്തിലേക്ക് മാർച്ച് നടത്തി പറഞ്ഞത് 100-ൽ കൂടുതൽ വർഷത്തെ പാരമ്പര്യമുള്ള കലാലയത്തിൽ, VM സുധീറിനെ പോലുള്ള അല്ലെങ്കിൽ EMSനെ പോലുള്ള ഒട്ടനവധി പ്രമുഖർ പഠിച്ച കലാലയത്തിലെ രാഷ്ട്രീയം നിരോധിക്കരുത് എന്ന് പറഞ്ഞത് കേരള വിദ്യാർത്ഥി യൂണിയനാണ്. പോലീസ് അന്ന് ഞങ്ങളെ ഭീകരമായി മർദ്ദിച്ചു, ഞങ്ങൾക്കൊക്കെ അടികൊണ്ടു, ഞങ്ങൾ ഭരിക്കുന്ന സമയം പോലുമാണ്. പക്ഷേ ഞങ്ങൾ പറഞ്ഞതിന് ഒരു വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണമുണ്ട്. ഇവിടെ CPIM പറയുന്നത് മാത്രം കേട്ട് SFI നിലപാടെടുക്കുക, CPM പറയുന്നത് മാത്രം കേട്ട് CPMൻ്റെ കൊടി പിടിക്കുന്നതിന് പകരം SFIയുടെ കൊടി പിടിച്ച് CPMൻ്റെ നയങ്ങൾ മാത്രമായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്ന സമീപനം SFI എടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെയും പറഞ്ഞു വന്നത്, ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണമെന്ന് മറ്റു പല തലങ്ങളിൽ നിന്ന് ചർച്ചകൾ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്: അണുബോംബിൻ്റെ വിസ്ഫോടന ശക്തിയെ ഞാൻ ഭയപ്പെടുന്നില്ല, പക്ഷേ മനുഷ്യ മനസ്സിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ വിസ്ഫോടന ശക്തിയെ ഞാൻ ഭയപ്പെടുന്നു. വിദ്യാർത്ഥികളിലേക്ക് തിന്മയുടെ സന്ദേശം പകർന്നു കൊടുത്ത് സാഡിസ്റ്റ് മനോഭാവമുള്ള കുട്ടികളെ സൃഷ്ടിക്കുകയാണ് SFI പല കലാലയങ്ങളിലും ചെയ്യുന്നത്. ഒരു KSUക്കാരൻ മർദ്ദനമേറ്റ് കരയുന്ന സാഹചര്യം ഉണ്ടായാൽ ഇവിടുത്തെ SFIക്കാരൻ സന്തോഷിക്കുകയാണ്. പ്രിൻസിപ്പൽ പോകുന്ന ദിവസം പ്രിൻസിപ്പളിൻ്റെ കസേര കത്തിച്ച് സന്തോഷിക്കുകയാണ്. പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൻ്റെ റൂമിന് മുന്നിൽ ഗുണ്ട് പൊട്ടിച്ച് സന്തോഷിക്കുകയാണ്. പ്രിൻസിപ്പാളിന് കുഴിമാടമൊരുക്കി റീത്ത് വെച്ച് സന്തോഷിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന നിലവിൽ നിൽക്കുമ്പോൾ പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യാൻ എളുപ്പമാണ്. വിദ്യാർത്ഥി സംഘടന നിരോധിക്കണമെന്ന് പറഞ്ഞ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ്. പക്ഷെ അത് വലിയ അപകടമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ശ്രീ ശരത് പ്രസാദ്, ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ ആ ക്യാമ്പസിൽ പോയാൽ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും, അവന്റെ ചോര ആ മണ്ണിൽ വീഴുമെന്ന ആരെങ്കിലും ഹൃദയത്തിൽ തേങ്ങുന്നെങ്കിൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? അല്ല, കൂടുതൽ
മികവാർന്ന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇപ്പോൾ അത് ഞങ്ങളുടെ ഭാഗത്ത് മാത്രമല്ല, ഞാനിപ്പോൾ KSUവിനെ തന്നെ ഏകപക്ഷീയമായിട്ട് കുറ്റം പറയുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയ്ക്കും പോരായ്മകളുണ്ട്, മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്കുണ്ട്. ഇപ്പോൾ ABVP ഉൾപ്പെടെയുള്ള സംഘടനകളുണ്ട്. അവരുൾപ്പെടെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രിയപ്പെട്ട സംഘടനയാണ്. അത്തരത്തിലുള്ള സംഘടനകൾ ഉൾപ്പെടെ നമ്മുടെ നാടിനകത്ത് നിരവധിയായിട്ടുള്ള അതിക്രമങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അക്രമ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ സംഘടനയും ഉപേക്ഷിക്കേണ്ടത് തന്നെയാണ്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആ തരത്തിലുള്ള ഇടപെടലുണ്ടെങ്കിൽ അതും ഉപേക്ഷിക്കേണ്ടത് തന്നെയാണ്. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും കൂടുതൽ ആശയപരമായിട്ടുള്ള പോരാട്ടങ്ങൾ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, NP ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഗൗരവകരമായിട്ടാണ് ഞങ്ങൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കാണുന്നത്. കാരണം വിദ്യാഭ്യാസത്തെ കൂടുതൽ കച്ചവടവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കുന്നതാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം. ക്യാമ്പസുകൾ ഓട്ടോണമൈസ് ചെയ്യുക, സർവകലാശാലകളുടെ അധികാരപരിധി കുറച്ചു കൊണ്ടുവരിക, സർവകലാശാലകളെ ഇല്ലാതാക്കുക. ശ്രീ ശരത്, നമ്മുടെ ചർച്ച ഏതാണ്ട് അവസാനിക്കേണ്ട സമയമായിരിക്കുന്നു. ക്യാമ്പസുകൾ സർഗാത്മകമാകണം. ആ ക്യാമ്പസുകളിൽ നിന്ന് പടിയിറങ്ങേണ്ടത് വിദ്യാർത്ഥി രാഷ്ട്രീയമല്ല, വിദ്യാഭ്യാസ കാലഘട്ടത്തെ രാഷ്ട്രീയ പ്രവർത്തനവുമല്ല. ഇറങ്ങേണ്ടത് ക്രിമിനൽ ബുദ്ധിയുള്ള ആരെങ്കിലും അത്തരം മനസ്സുമായി ക്യാമ്പസുകളിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് എന്നതാണ് നമ്മൾ ചർച്ചയിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. പൊതുസമൂഹം ഈ ഒരു കാര്യം തന്നെയാണ് വിദ്യാർത്ഥി നേതാക്കൾക്കിടയിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ക്യാമ്പസുകൾ സർഗാത്മകമാകട്ടെ. ഷെക്കൈന ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.